കലയെലുമ്പും തുമ്പമാല ചാർത്തും തമ്പുരാന്റെ നന്ദനൻ ശ്രീവിഘ്നരാജൻ. അമ്പിളി കലയെലുമ്പും തുമ്പമാല ചാർത്തും തമ്പുരാന്റെ നന്ദനൻ ശ്രീവിഘ്നരാജൻ. കന്നിമൂലയിൽ ശ്രീയെഴും തമ്പുരാന്റെ ഒന്നു തൃപ്പദങ്ങളിലൻ പ്രണാമം. അമ്പിളി കലയെലുമ്പും തുമ്പമാല ചാർത്തും തമ്പുരാന്റെ നന്ദനൻ ശ്രീവിഘ്നരാജൻ. ആനവേഷം പൂണ്ടു ശിവപാർവതിമാർ പണ്ട് കാനനത്തിൽ ലീലയാടി പാടിടുമ്പോൾ. ആനവേഷം പൂണ്ടു ശിവപാർവതിമാർ പണ്ട് കാനനത്തിൽ ലീലയാടി പാടിടുമ്പോൾ. ജാതനായ ആനമുഖൻ ആരോമലുണ്ണി എന്റെ ആടലൊക്കെയും അകറ്റി കാത്തിടണം. ജാതനായ ആനമുഖൻ ആരോമലുണ്ണി എന്റെ ആടലൊക്കെയും അകറ്റി കാത്തിടണം. അമ്പിളി കലയെലുമ്പും തുമ്പമാല ചാർത്തും തമ്പുരാന്റെ നന്ദനൻ ശ്രീവിഘ്നരാജൻ. അച്ഛനമ്മമാരെ വലം വച്ചു ലോകം ഒക്കെ ചുറ്റി സ്കന്ദനെയും അമ്പരപ്പിച്ചു. അച്ഛനമ്മമാരെ വലം വച്ചു ലോകം ഒക്കെ ചുറ്റി സ്കന്ദനെയും അമ്പരപ്പിച്ചു. എന്നും എന്റെ ചേതനയിൽ നീ നിറയ്ക്കുന്നു പുണ്യം, പൊന്നുപൂത്ത പോലെ എന്നിൽ നിന്നിടുന്നു. എന്നും എന്റെ ചേതനയിൽ നീ നിറയ്ക്കുന്നു പുണ്യം, പൊന്നുപൂത്ത പോലെ എന്നിൽ നിന്നിടുന്നു. അമ്പിളി കലയെലുമ്പും തുമ്പമാല ചാർത്തും തമ്പുരാന്റെ നന്ദനൻ ശ്രീവിഘ്നരാജൻ. കന്നിമൂലയിൽ ശ്രീയെഴും തമ്പുരാന്റെ പൊന്നു തൃപ്പദങ്ങളിലൻ പ്രണാമം. അമ്പിളി കലയെലുമ്പും തുമ്പമാല ചാർത്തും തമ്പുരാന്റെ നന്ദനൻ ശ്രീവിഘ്നരാജൻ. സംപൂജ്യരായ കലാസ്നേഹികളെ, ഒരു കാലത്ത് തെക്കൻ തിരുവിതാംകൂറിലും കന്യാകുമാരി, തിരുനെൽവേലിയും മധുര തുടങ്ങിയ പ്രദേശങ്ങളിലും സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് വിൽപ്പാട്ട്. അതെ, വിൽപ്പാട്ട്. വില്ല് കൊട്ടിപ്പാട്ട്, വില്ല് തട്ടിപ്പാട്ട്, വില്ലടിച്ചാൻ പാട്ട് എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന ഈ കലാരൂപം ഇന്ന് ഏറെക്കുറെ അന്യം നിന്ന് പോയിരിക്കുന്നു. ഭാരതത്തിൻ്റെ സംസ്കൃതിയും കേരളത്തനിമയും നിലനിർത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി കഴിഞ്ഞ 3.5 ദശാബ്ദക്കാലമായി കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന വെള്ളനാട്ടുള്ള ഒരു കൂട്ടം കലാകാരന്മാർ വിൽപ്പാട്ട് എന്ന കലാരൂപത്തെ പുനരവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളുടെ ഈ സദുദ്യമത്തിന് നിങ്ങളേവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ കേരളീയം പരിപാടിക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ ഈ കലാസൃഷ്ടി സാദരം സമർപ്പിക്കുന്നു. കഥ അടിമ ശില്പി.
സഹൃദയരെ, 7 ശതാബ്ദങ്ങൾക്ക് മുമ്പ്, അതായത് 13-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ദില്ലി നഗരത്തിലാണ് ഈ കഥ നടന്നത്. 13-ാം ശതകത്തിൽ ഭാരത രാജ്യത്തിൽ ജീവിതം പടവെട്ടും അന്ധകാരത്തിൽ. 13-ാം ശതകത്തിൽ ഭാരത രാജ്യത്തിൽ ജീവിതം പടവെട്ടും അന്ധകാരത്തിൽ. അടിമത്വം കൊടികുത്തും കാലഘട്ടത്തിൽ അന്നത്തെ ദില്ലിയിലെ രാജമന്ദിരത്തിൽ. അടിമത്വം കൊടികുത്തും കാലഘട്ടത്തിൽ അന്നത്തെ ദില്ലിയിലെ രാജമന്ദിരത്തിൽ. 13-ാം ശതകത്തിൽ ഭാരത രാജ്യത്തിൽ ജീവിതം പടവെട്ടും അന്ധകാരത്തിൽ. 13-ാം ശതകത്തിൽ ഭാരത രാജ്യത്തിൽ ജീവിതം പടവെട്ടും അന്ധകാരത്തിൽ. അടിമത്വം കൊടികുത്തും കാലഘട്ടത്തിൽ അന്നത്തെ ദില്ലിയിലെ രാജമന്ദിരത്തിൽ. അടിമത്വം കൊടികുത്തും കാലഘട്ടത്തിൽ അന്നത്തെ ദില്ലിയിലെ രാജമന്ദിരത്തിൽ. ഭാരതത്തിന്റെ ചരിത്രം മാറ്റി എഴുതിയ നഗരമാണ് ദില്ലി. അതെ, ദില്ലിയുടെ സിംഹാസനം ഭാരതത്തിന്റെ സിംഹാസനമാണ്. പഴയ ഇന്ദ്രപ്രസ്ഥമായാലും ഇപ്പോഴത്തെ ഭരണത്തിന്റെ കേന്ദ്രമായ ഇന്ദ്രപ്രസ്ഥമായാലും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു നഗരമാണ് ഇന്ദ്രപ്രസ്ഥം, അതായത് ദില്ലി. എത്രയെത്ര രാജവംശങ്ങൾ, പടയോട്ടങ്ങൾ, രാജാക്കന്മാർ, ചക്രവർത്തിമാർ, കടന്നുകയറ്റക്കാർ എന്തെല്ലാം കണ്ട നഗരമാണ് ഈ ദില്ലി നഗരം. കാലത്തിന്റെ പടയോട്ടത്തിന് മുമ്പിൽ ചെങ്കോലും കിരീടവും സിംഹാസനം ഉപേക്ഷിച്ച ചക്രവർത്തിമാരും സുൽത്താൻമാരും അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു നഗരം കൂടിയാണ് ദില്ലി നഗരം. അതെ, ലോകത്തിത്രത്തോളം മഹാരഥന്മാരുടെ ശവകുടീരം ഉള്ള ഒരു സ്ഥലവും ലോകത്ത് ഒരിടത്തുമില്ല എന്ന് തന്നെ പറയാം. ഈ മഹാനഗരത്തിലാണ് ഭാരതത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ചരിത്ര സ്തൂപം, ചരിത്ര സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കുത്തബ് മിനാർ. ഈ കുത്തബ് മിനാറിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണ് പ്രത്യേകത? മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇത് ഒരു അടിമ പണി കഴിപ്പിച്ചതാണ്. അതെ, ഒരു അടിമ പണി കഴിപ്പിച്ചതാണ്. സാധാരണ അടിമകൾ കൂലിയും കൂലിയില്ലാതെയും ചാട്ടവാറടിയേറ്റും ഒക്കെ രൂപീകരിച്ചതാണ് ഈ ലോകാത്ഭുതങ്ങളെല്ലാം തന്നെ. കുത്തബ് ബിൻ ഐബക്കാണ് അതിൻ്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. പല ഘട്ടങ്ങളിലായിട്ടാണ് കേട്ടോ, ഒറ്റ സ്റ്റെപ്പിലല്ല ഈ കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത്. പല ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ പണി നടന്നത്. ഇഷ്ടിക കൊണ്ട് കെട്ടിയ, ലോകാത്ഭുതമായി നിൽക്കുന്ന ഇഷ്ടിക കൊണ്ട് മാത്രം കെട്ടിയ ഒരു മഹാത്ഭുതമാണ് ഈ കുത്തബ് മിനാർ എന്ന് പറയുന്നത്. ഈ കുത്തബ് മിനാറിനുണ്ടല്ലോ 7 നിലകളാണുള്ളത്. 7 നിലകൾ. ആ കാലത്ത് ഇന്നത്തെ കാലത്ത് 7 നിലയെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഈ ഫ്ലാറ്റൊക്കെ വന്ന സമയത്ത് വളരെ തുച്ഛമെന്ന് തോന്നും. അന്നകാലത്ത് 13-ാം നൂറ്റാണ്ടില് 7 നിലകളാണുള്ളത്. 91 മീറ്ററാണ് കുത്തബ് മിനാറിന്റെ ഉയരം. ഇതിന്റെ മുകളിലെത്താൻ 300 വലിയ പാടാണ്. ഇതുപോലുള്ള ശരീരമൊന്നും പോരാ മുകളിൽ കയറി പറ്റാൻ. ഈ വലിയ മീശയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. 399 കേട്ടോ, 399 പടികൾ ചവിട്ടണം. അതെ, 399 പടികൾ ചവിട്ടണം. പലതവണ ഇടിമിന്നലേറ്റിട്ടും ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് നിൽക്കുകയാണ് ഈ ചരിത്ര സ്മാരകം. അടിമ വംശത്തിലെ ഇൽതുമിഷ് ദില്ലിയിലെ സുൽത്താൻ ആയിരിക്കുമ്പോഴാണ് കുത്തബ് മിനാറിന്റെ പണി പൂർത്തിയാക്കിയത്. ഇപ്പോൾ 7 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. 7 ശതാബ്ദങ്ങൾ പിന്നെയും ഈ വഴി പേരുതെളിച്ചു കടന്നുപോയി. 7 ശതാബ്ദങ്ങൾ പിന്നെയും ഈ വഴി പേരുതെളിച്ചു കടന്നുപോയി. പ്രേമ പരാജിതർ കത്തിച്ച ദീപങ്ങൾ ഈ മണ്ണിലെത്ര പൊലിഞ്ഞു പോയി. കത്തിച്ച ദീപങ്ങൾ ഈ മണ്ണിലെത്ര പൊലിഞ്ഞു പോയി. ഈ മണ്ണിലെത്ര പൊലിഞ്ഞു പോയി. അതാ നോക്കൂ, ആ കുത്തബ് മിനാറിന്റെ തെരുവീഥിയിലൂടെ ഒരാൾ അലക്ഷ്യമായി നടന്നു നീങ്ങുന്നു. മുടിയും താടിയും നീട്ടി വളർത്തി 6 അടിയിൽ അധികം ഉയരമുള്ള പടുവൃദ്ധനായ ഒരു ആള് ഭ്രാന്തനെ പോലെ. അതാ ചിലപ്പോൾ അയാൾ ചിരിക്കുന്നു,
ചിലപ്പോൾ പൊട്ടിക്കരയുന്നു. ആരാണ് അയാൾ? അയാൾ ഭ്രാന്തനാണോ? അയാൾ എങ്ങനെ ഭ്രാന്തനായി? നമുക്കൊന്ന് നോക്കാം. കുത്തബ്മിനാറിന്റെ താഴികക്കുടത്തിനും അതിനുള്ളിൽ മാർബിൾ പടികൾക്കും ഒരിക്കലും മറക്കാനാവാത്ത ഒരു കഥ അവിടെ ചൂഴ്ന്നു നിൽപ്പുണ്ട്. ആരുടെയും ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒരു പ്രണയ കഥ. അതെ, പ്രണയകഥ. മതത്തിന്റെയും സമുദായത്തിന്റെയും ചങ്ങലകൾ പൊട്ടിച്ചെറിയാനും രാജ്യവും സിംഹാസനവും തന്നെ പ്രിയപ്പെട്ടവന് വേണ്ടി ഉപേക്ഷിക്കാനും തയ്യാറായ ഒരു രാജകുമാരിയുടെ കഥ. സഹൃദയരെ, ഞങ്ങൾ കഥ ആരംഭിക്കുകയാണ്. തെക്കൻ ദില്ലിയിൽ പ്രകൃതി മനോഹരമായ ആരവല്ലി മലകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കുത്തബ്മിനാറിന്റെ താഴത്തെ പടിയിൽ നിന്ന് നമുക്ക് കിഴക്കോട്ട് കുങ്കുമപ്പൊയ്കയിൽ കുളിച്ചു തോർത്തി മന്ദസ്മിതത്തിന്റെ തിരി കൊളുത്തി. കുങ്കുമപ്പൊയ്കയിൽ കുളിച്ചു തോർത്തി മന്ദസ്മിതത്തിന്റെ തിരി കൊളുത്തി. ചന്ദനം ചാലിച്ചു തൊടുമുറി ചാർത്തി സുന്ദരിയായി പ്രഭാതമെത്തി. ചന്ദനം ചാലിച്ചു തൊടുമുറി ചാർത്തി സുന്ദരിയായി പ്രഭാതമെത്തി. കുങ്കുമപ്പൊയ്കയിൽ കുളിച്ചു തോർത്തി മന്ദസ്മിതത്തിന്റെ തിരി കൊളുത്തി. കുങ്കുമപ്പൊയ്കയിൽ കുളിച്ചു തോർത്തി മന്ദസ്മിതത്തിന്റെ തിരി കൊളുത്തി. ചന്ദനം ചാലിച്ചു തൊടുകുറി ചാർത്തി സുന്ദരിയായി പ്രഭാതമെത്തി. ചന്ദനം ചാലിച്ചു തൊടുകുറി ചാർത്തി സുന്ദരിയായി പ്രഭാതമെത്തി. അതാ നോക്കൂ, കിഴക്കേ മലഞ്ചെരിവിലൂടെ സ്വർണ്ണവർണ്ണ വിഭൂഷിതയായ സുന്ദരിയായ പ്രഭാതം കടന്നു വരികയാണ്. ഈ പ്രഭാത വെളിച്ചത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് ദില്ലിയിലെ രാജകൊട്ടാരം. താഴികക്കുടങ്ങൾ തലയുയർത്തി നിൽക്കുന്നു. നിത്യ സൗഭാഗ്യം കുടപിടിച്ചു നിൽക്കുന്ന അതിമനോഹരമായ ഒരു രാജകൊട്ടാരം. അതെ, മുഗൾ ചക്രവർത്തിമാർക്ക് മുമ്പ് ദില്ലി ഭരിച്ചിരുന്നത് ആരെന്നറിയാമോ? ദില്ലി ഭരിച്ചിരുന്നത് അടിമ രാജവംശക്കാരായിരുന്നു. അതെ, അടിമ രാജവംശക്കാരായിരുന്നു. അടിമ വംശത്തിലെ അവസാന കണ്ണിയായ ഇൽതുത്മിഷ് എന്നു പേരുള്ള ഒരു സുൽത്താന്റെ കൊട്ടാരമാണ് കേട്ടോ ആ കാണുന്നത്. ആ മനോഹരമായ കൊട്ടാരം. വെണ്ണക്കൽ പാകിയ കൊട്ടാരത്തളങ്ങളിലും ഇടനാഴികളിലും കാവൽ നിൽക്കുന്നത് ഉരുക്കു തൊപ്പി ധരിച്ച മുസ്ലിം ഭടന്മാരാണ്. നോക്കൂ, ചിത്രപ്പണികൾ കൊണ്ട് മനോഹരമാക്കിയ കൂറ്റൻ വാതിലുകൾ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ അതാ കാണുന്നു വിശാലമായ രാജസദസ്സ്. മന്ത്രി പ്രധാനന്മാരും സൈന്യ നായകന്മാരും തമ്പുരാനെ സ്തുതിക്കും രാജകിങ്കരന്മാരും. മന്ത്രി പ്രധാനന്മാരും സൈന്യ നായകന്മാരും തമ്പുരാനെ സ്തുതിക്കും രാജകിങ്കരന്മാരും. പ്രഭുക്കന്മാരും നർത്തകിമാരും രാജകൽപ്പനകൾ പാലിക്കുവാൻ കാത്തു നിൽക്കുന്നവരും. പ്രഭുക്കന്മാരും നർത്തകിമാരും രാജകൽപ്പനകൾ പാലിക്കുവാൻ കാത്തു നിൽക്കുന്നവരും. മന്ത്രി പ്രധാനന്മാരും സൈന്യ നായകന്മാരും തമ്പുരാനെ സ്തുതിക്കും രാജകിങ്കരന്മാരും. മന്ത്രി പ്രധാനന്മാരും സൈന്യ നായകന്മാരും തമ്പുരാനെ സ്തുതിക്കും രാജകിങ്കരന്മാരും. പ്രഭുക്കന്മാരും നർത്തകിമാരും രാജകൽപ്പനകൾ പാലിക്കുവാൻ കാത്തു നിൽക്കുന്നവരും. പ്രഭുക്കന്മാരും നർത്തകിമാരും രാജകൽപ്പനകൾ പാലിക്കുവാൻ കാത്തു നിൽക്കുന്നവരും. മന്ത്രിപ്രധാനന്മാർ, പ്രഭുക്കന്മാർ, മതപണ്ഡിതന്മാർ, സൈന്യ നായകന്മാർ, അങ്ങനെ എല്ലാവരും തന്നെ ആ രാജസദസ്സിൽ കൂടിയിട്ടുണ്ട്. ഹാളിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് അതാ നോക്കൂ, സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുന്നു നമ്മുടെ തമ്പുരാൻ ഇൽതുത്മിഷ്. നോക്കൂ, രാജ്യകാര്യങ്ങളും യുദ്ധകാര്യങ്ങളും ചർച്ച ചെയ്യുകയാണ് ആ രാജാവ്. സുൽത്താന് ആ ഇരിക്കുന്ന സുൽത്താൻ ഉണ്ടല്ലോ, എത്ര മക്കളുണ്ടെന്നറിയാമോ? എത്ര മക്കളുണ്ട്? 4? എനിക്കറിയാം, 1 ഉള്ളൂ. 4 മക്കളാണ് സുൽത്താനുള്ളത്. 4 മക്കൾ. അന്നത്തെ കാലത്ത് അത് കുറവാണോ കൂടുതലാണോ? കുറവാണെന്ന് തോന്നുന്നു, ഓരോരുത്തരുടെ ചിന്ത അനുസരിച്ചൊക്കെ ആയിരിക്കും ഇല്ലേ. എന്നാലും 4 മക്കളുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു വിശേഷമുള്ളത്, 3 ആണും 1 പെണ്ണും.
അതെ, ഒന്നെങ്കിലും കിട്ടി. നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെയും കൂടെ കിട്ടി. അങ്ങനെ 4 മക്കളാണുള്ളത്. പക്ഷേ സുൽത്താന്റെ ബീഗം ഉണ്ടല്ലോ, സുൽത്താന്റെ ബീഗം ജീവിച്ചിരിപ്പില്ല. പാവം അവസാനത്തെ ആ കുട്ടി ജനിച്ചപ്പോ തന്നെ സുൽത്താന്റെ ബീഗം മരിച്ചുപോയി. ആൺമക്കൾ 3 പേരും അലസന്മാരും ആഡംബരശീലന്മാരുമായി ദാസികളുടെ അന്തപുരത്തിലൊക്കെ മദ്യത്തിനും മതോന്മത്തനായി ദാസികളുടെ അന്തപുരത്തിൽ അങ്ങനെ അഭയം തേടിയിരിക്കുകയാണ് രാജകുമാരന്മാർ. അവരുടെ കൈകളിലേക്ക് ഈ രാജ്യഭാരം ഏൽപ്പിക്കാൻ പറ്റുമോ? അത് ബുദ്ധിയുള്ളവരാരും ഏൽപ്പിക്കൂല. അങ്ങനെ രാജാവും വിചാരിച്ചു ആ ആൺമക്കളുടെ കൂടെ ഈ രാജ്യഭാരം ഏൽപ്പിക്കാൻ പറ്റുകയില്ല. പിന്നെ ഉള്ളത് ഒരേ ഒരു പ്രതീക്ഷ ആ പെൺകുട്ടിയിലാണ്, ആ മകളിലാണ്, ഏറ്റവും ഇളയ കുട്ടിയിലാണ്. അതാ നിൽക്കുന്നു രാജാവിന്റെ ഏറ്റവും ഒരേ ഒരു മകൾ. ആ മകളുടെ പേരെന്താണെന്നറിയാമോ? ഗുലാമി. നിൽക്കുന്നു, സുന്ദരിയാണ്, ചെറുപ്പമാണ്. മധുര 18ന്റെ പൂങ്കാവനത്തിൽ വിടർന്ന് പരിലസിക്കുന്ന ഒരു പനിനീർ പുഷ്പം. 1000 പൂത്തിരി പൂത്തതുമാതിരി ആരാജനന്ദിനി കോമളാംഗി. 1000 പൂത്തിരി പൂത്തതുമാതിരി ആരാജനന്ദിനി കോമളാംഗി. മാരന്റെ മാതക കൂട്ടി വളരുന്ന സരിക പൈകിളി പേലവാങ്ങി. മാരന്റെ മാതക കൂട്ടിൽ വളരുന്ന സരിക പൈകിളി പേലവാങ്ങി. 1000 പൂത്തിരി പൂത്തതുമാതിരി ആരാജനന്ദിനി കോമളാംഗി. 1000 പൂത്തിരി പൂത്തതുമാതിരി ആരാജനന്ദിനി കോമളാംഗി. ആരന്റെ മാതക കൂട്ടി വളരുന്ന സരിക പൈകിളി പേലവാങ്ങി. ആരന്റെ മാതക കൂട്ടിൽ വളരുന്ന സരിക പൈകിളി പേലവാങ്ങി. ഈ രാജകുമാരി രാജകൊട്ടാരത്തിലായതുകൊണ്ട് മാത്രം സൗന്ദര്യമുണ്ട് എന്ന് വിചാരിക്കരുത്. സാധാരണ വീടുകളിലും പെൺകുട്ടികൾ ഒരു 18 വയസ്സൊക്കെ ആവുമ്പോൾ സൗന്ദര്യം താനേ വർദ്ധിക്കാറുണ്ട്. അങ്ങനെ വർദ്ധിച്ചില്ലെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗവും ഇന്ന് കച്ചവടക്കാർ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഏത് കാലത്ത്? അന്ന് കാലത്തും ഉണ്ടായിരുന്നു, ഇന്ന് കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ രീതിയിലൊക്കെ കുറച്ച് മാറ്റമൊന്നുള്ളൂ. ഇപ്പോൾ ബ്യൂട്ടി പാർലർ, അതുപോലെ തന്നെ ലേഡീസ് ചോയ്സ്, ഇങ്ങനെയൊക്കെ തുടങ്ങുന്നതാണ്. കാരണം പണ്ട് ഞങ്ങൾ ഈ ഒരു വിവാഹത്തിന് പോയി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിനാണ് പോയത്. അന്ന് നമ്മളെ പോയില്ലേ അവിടെ? പോയത് കുട്ടിയൊക്കെ നമുക്ക് നേരത്തെ അറിയാം കേട്ടോ. നല്ല കാണാനൊക്കെ കൊള്ളാവുന്നുള്ളൊരു കുട്ടി. ആ കുട്ടിയെ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയി, കുട്ടിയെ കണ്ടിട്ടുണ്ട്. പക്ഷേ കല്യാണത്തിൻ്റെ മണ്ഡപത്തിലേക്ക് ഒരു കുട്ടിയെ ഇങ്ങനെ താലപ്പൊലിയൊക്കെ വെച്ച് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ അന്തം വിട്ടുപോയി. ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, അത് ഇദ്ദേഹത്തിൻ്റെ മകളല്ലല്ലോ അത്. കാരണം ആളാകെ മാറിയിരിക്കുന്നു. അങ്ങോട്ട് പോയ കുട്ടിയല്ല. അന്ന് നല്ല ചുരുണ്ട, നല്ല സുന്ദര, നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്ന കുട്ടി. ഇപ്പോൾ അതാ തുറപ്പയുടെ ചൂലിൻ്റെ ഈഗിൽ പോലെ ഇങ്ങനെ വലിച്ചു നൂണ്ട് കിടക്കുന്ന കുറെ പിന്നെ മുടിയൊക്കെ ആയിട്ട് ഒരു കുട്ടി. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ 10-60 വയസ്സായെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ രൂപമൊന്നും അല്ല, മാറ്റിത്തരും. അങ്ങോട്ട് കയറി പോകുന്ന ഗോപാലകൃഷ്ണനല്ല ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അണ്ണൻ നല്ല 16 വരുന്നത്, നല്ല 16 അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യം അന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ ചെയ്യണമോ ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ചെയ്തു. പക്ഷെ രാജകുമാരിക്ക് വില കൊടുത്ത് ഒരു സൗന്ദര്യം വാങ്ങിക്കേണ്ട കാര്യമില്ല, അത്ര സുന്ദരിയാണ്. നോക്കൂ, കൊട്ടാരത്തിനോട് ചേർന്നുള്ള പൂങ്കാവനത്തിൽ ആ രാജകുമാരിയുടെ ഒരു ഇഷ്ട തോഴിയുണ്ട് കേട്ടോ. ഇഷ്ടത്തോഴിയുണ്ട്. ആ തോഴിയുടെ പേര് ഉന്നീസ്. ആ ഉന്നീസുമൊത്ത് കളിച്ച് രസിച്ച്, ഈ പ്രായത്തിലും കളിച്ച് രസിച്ച് അങ്ങനെ നടക്കുകയാണ്. നമ്മുടെ രാജകുമാരിയെ നമുക്ക് അടുത്ത് പോയെന്ന് നോക്കാം. കണിക്കൊന്ന നിരയായി ചിരിക്കും പോലെ മണക്കുന്ന മണി
മണിച്ചെപ്പ് തുറക്കും പോലെ, മണിക്കുന്ന നിരയായി ചിരിക്കും പോലെ, മണക്കുന്ന മണിച്ചെപ്പ് തുറക്കും പോലെ, കുടിക്കും പൂനിലവിന്റെ തിളക്കം പോലെ, കടക്കണ്ണിൽ പരൽ മീനുകൾ തുടിക്കും പോലെ, പൂനിലവിന്റെ തിളക്കം പോലെ, കടക്കണ്ണിൽ പരൽ മീനുകൾ തുടിക്കും പോലെ, മണിക്കുന്ന നിരയായി ചിരിക്കും പോലെ, മണക്കുന്ന മണിച്ചെപ്പ് തുറക്കും പോലെ, മണിക്കുന്ന നിരയായി ചിരിക്കും പോലെ, മണക്കുന്ന മണിച്ചെപ്പ് തുറക്കും പോലെ, തുടിക്കും പൂനിലവിന്റെ തിളക്കം പോലെ, കടക്കണ്ണിൽ പരൽ മീനുകൾ തുടിക്കും പോലെ, തുടിക്കും പൂനിലവിന്റെ തിളക്കം പോലെ, കടക്കണ്ണിൽ പരൽ മീനുകൾ പിടയ്ക്കും പോലെ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജകുമാരിക്ക് തുല്യമായി ഭൂമിയിൽ മറ്റൊരു കുട്ടിയില്ല എന്നാണ് കവി പറഞ്ഞു വച്ചിരിക്കുന്നത്. നോക്കൂ, ആ രാജകുമാരിയും തോഴിയും കൂടി ആ പൂങ്കാവനത്തിൽ അങ്ങനെ കളിച്ചു രസിച്ച് നടക്കുമ്പോ ആ കോട്ടയ്ക്ക് പുറത്ത് ഒരു ആരവം കേൾക്കുന്നു. എന്താണ്? ഉന്നീസേ, രാജകുമാരി ചോദിച്ചു, ഉന്നീസേ അതെന്താണ് ആ ആരവം? തമ്പുരാട്ടി, അത് അവിടെ ഒരു അടിമക്കോട്ടയുണ്ട്. ആ അടിമക്കോട്ടയിൽ നമ്മുടെ രാജാവ് തോൽപ്പിച്ച് പിടിച്ചു കെട്ടി കൊണ്ടുവന്ന കുറേ അടിമകളുണ്ട്, കുറെ പടയാളികളുണ്ട്. ആ അടിമകളാക്കി അവരെ ആ കോട്ടയിൽ പാർപ്പിച്ചിരിക്കുന്നു. അതാണ് ആ കേണത്. അവരെ വർഷത്തിൽ 2 പ്രാവശ്യം എവിടെ കൊണ്ടുപോകും? കൊട്ടാരം വക കൃഷിഭൂമിയിലേക്ക് പണി ചെയ്യാൻ കൊണ്ടുപോകും. അങ്ങനെ ചുമ്മാ ജയിലിൽ പിടിച്ചിട്ടിരിക്കുക എന്ന് മാത്രമല്ല, അതിപ്പോഴും നമ്മളെവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. നല്ല സുഖമാണ് ജയിലിലൊക്കെ കിടന്നാൽ. ഇപ്പൊ പണ്ടത്തെ ജയിലില്ല, കോതമ്പുണ്ടെന്നും അല്ല ഇപ്പൊ കിട്ടുന്നത്. നല്ല 1-ാം തരം ചിക്കൻ ബിരിയാണി. ഇഷ്ടം പോണമെന്നുണ്ടോ? എന്തെങ്കിലും ഒരു കൃത്രിമം കാണിച്ച് അകത്തായാൽ രക്ഷപ്പെട്ടു. കാരണം അവിടെ അങ്ങനെ ആകുമ്പോൾ വീട്ടുകാലത്തെ അരിയിലോ എവിടെയൊക്കെ കൊണ്ടുപോയി അവരെ ജോലി ചെയ്യിച്ച് അവർക്ക് ശമ്പളമൊക്കെ കൊടുത്ത് അവിടുന്ന് തിരിഞ്ഞു പോകുമ്പോൾ നല്ലൊരു കിഴിയും കെട്ടിയാണ് പോകുന്നത്. കൊള്ളാമെങ്കിൽ ഒന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ ആ കാലത്തും അവരെ കൊണ്ട് പണി ചെയ്യിക്കും കൃഷിഭൂമിയിൽ. അങ്ങനെ കൃഷിഭൂമിയിൽ പണി ചെയ്യിക്കാൻ വേണ്ടി അടിമകളെ കൊണ്ടുപോകുന്നതാണ്. ആ ആരവമാണ് തമ്പുരാട്ടി കേൾക്കുന്നതാണ്. ഏതാണ് ഈ അടിമകൾ? തമ്പുരാട്ടി ചോദിച്ചു, രാജകുമാരി ചോദിച്ചു. തമ്പുരാട്ടി, പണ്ട് ഈ കാണുന്ന ഇപ്പൊ കോട്ടയിൽ കഴിയുന്ന അടിമകൾ പണ്ട് നമ്മുടെ രാജാവ് യുദ്ധത്തിൽ തോൽപ്പിച്ച കുറെ രജപുത്രന്മാരുണ്ട്. ആ രജപുത്രന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച ശേഷം അവരെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ തമ്പുരാട്ടിക്ക് ഒരു ആഗ്രഹം, ഉന്നീസേ എനിക്ക് ആ അടിമകളെ ഒന്ന് കാണണമെന്നുണ്ട്. അടിമക്കോട്ടയിൽ ചെറിയ ആഗ്രഹമൊന്നും അല്ല, നല്ല ആഗ്രഹമാണ്. കാരണം വേറെ ഒരുപാട് ചന്ദ്രനെ പിടിച്ചുകൊണ്ടുവരാനൊന്നും അല്ല പറഞ്ഞത്. കാരണം എനിക്ക് അപ്പുറത്തുള്ള ആ അടിമകളെ ഒന്ന് കാണണമെന്നാണ്. അയ്യോ, പാടില്ല തമ്പുരാട്ടി, പാടില്ല. അടിമക്കോട്ടയിലേക്ക് ആർക്കും പ്രവേശനമില്ല. എന്ത്? എനിക്കും പ്രവേശനമില്ലേ? ഞാൻ ഈ നാടിൻ്റെ അടുത്ത ചക്രവർത്തിനി ആകാൻ പോകുന്ന രാജകുമാരിക്കും അങ്ങനെ പോകാൻ പാടില്ല എന്നുണ്ടോ? പോകാം, പക്ഷേ തമ്പുരാന്റെ കൽപ്പന വേണം, തമ്പുരാന്റെ അനുവാദം വേണം. ഒരു കാര്യം ചെയ്യൂ തമ്പുരാട്ടി, ഒരു കാര്യം ചെയ്യൂ. തമ്പുരാനെ കണ്ട്, രാജാവിനെ കണ്ട് അനുവാദം വാങ്ങിക്കൂ, നമുക്ക് പോയി കണ്ടു കളയാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാവൽപ്പടയാളികൾ ഒരു പക്ഷേ നമ്മളെ തടഞ്ഞാലോ എന്ന് ഈ തോഴി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, തമ്പുരാൻ്റെ ഒരു അടയാളം വാങ്ങിക്കണം. പണ്ടത്തെ അടയാളം എന്തെന്നറിയാമോ? മുദ്രമോതിരം. ആ മുദ്ര, പാസ്സൊന്നുമില്ല. ഇവിടെയൊക്കെ നമ്മളിപ്പോൾ എല്ലായിടത്തും എവിടെ കാണണമെങ്കിൽ എന്ത് വേണം? പാസ് വേണം. പക്ഷെ പണ്ടത്തെ പാസ് ഇതല്ല, രാജാവിൻ്റെ അടയാളമുള്ള മുദ്രമോതിരം. രാമായണത്തിലും പണ്ട് ഇതുപോലെ അടയാളവും കൊണ്ട് ഹനുമാൻ ലങ്കയിൽ പോയി സീതയെ രാമൻ്റെ അടയാള വാക്യങ്ങളൊക്കെ പറഞ്ഞ കാലം ഉണ്ട്. അപ്പോൾ അതുപോലെ ആ മുദ്രമോതിരം വാങ്ങിച്ചാൽ പോകാം. അങ്ങനെ ഒരു ദിവസം രാജകുമാരി നേരെ രാജാവിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് രാജാവിനോട് പറഞ്ഞു, അല്ലയോ പിതാവേ, എനിക്കൊരു വലിയ ആഗ്രഹം. എന്താണ് ആഗ്രഹം? ചോദിച്ചു. എന്താ മകളെ നിനക്ക് ആഗ്രഹം? നിനക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും പറയാമല്ലോ. എനിക്ക് ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട്. എനിക്ക് അടിമക്കോട്ടയിൽ കഴിയുന്ന അടിമകളെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്.
അതിനെന്താ നിനക്ക് പോയി കണ്ടുകൂടെ? അതിന് പ്രത്യേക അനുവാദം വേണോ? ഇല്ല, അത് പടയാളികൾ ചിലപ്പോ കോട്ടവാതിൽക്കൽ നിൽക്കുന്നവർ തടഞ്ഞാലോ. അതുകൊണ്ട് അങ്ങയുടെ പിതാവിൻ്റെ കയ്യിൽ കിടക്കുന്ന മുദ്രമോതിരം ഒന്ന് ഊരി വാങ്ങി തന്നാൽ അത് കാണിച്ച് ഞങ്ങൾ പോയിക്കൊള്ളാം. അങ്ങനെ അത് വാങ്ങിച്ചു. രാജകുമാരിയും തോഴിയും അതാ കോട്ടവാതിലിനെ ലക്ഷ്യമാക്കി നടന്നു. അടിമക്കോട്ടയെ അവിടെ ചെന്നു. കാവൽക്കാർ തടഞ്ഞു. അപ്പൊ മുദ്രമോതിരം കാണിച്ചു. അപ്പൊ പറഞ്ഞു കടത്തിവിടാൻ. വളരെ വിനീതത്തോടു കൂടി അവരെ കടത്തിവിട്ടു. രാജകുമാരിയും തോഴിയും കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു. അടിമകൾ പലരും അതാ ജോലികളിൽ മുഴുകിയിരിക്കുകയാണ്. രാജകുമാരി അവരെ ഓരോരുത്തരെയും കണ്ട് 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 ഒന്നും രണ്ടുമൊന്നും അല്ല കേട്ടോ, ആയിരക്കണക്കിന് ആളുകളാണ് ആ കോട്ടയിലുള്ളത്. അങ്ങനെ കണ്ട് കണ്ട് ഓരോരുത്തരോടും വിശേഷങ്ങളൊക്കെ ചോദിച്ച് തമ്പുരാട്ടി കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ അതാ നോക്കൂ, ആ കോട്ടയുടെ മധ്യഭാഗത്തായി ഒരു തടാകം, ഒരു ചെറിയ ഒരു പൊയ്ക. ആ പൊയ്കയുടെ സമീപം കരയിൽ ഒരു ശില്പി ഒരു പ്രതിമയ്ക്ക് അവസാന രൂപം കൊടുത്തുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ആ ശില്പിയെ കണ്ടപ്പോ രാജകുമാരിക്ക് വല്ലാത്തൊരു പ്രത്യേക ഒരു സ്നേഹം, ഒരു ശ്രദ്ധയും വന്നു. ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആരാണ് ആ നിൽക്കുന്ന ആ അടിമക്കൂട്ടത്തിലുള്ള ആ ശില്പി? ആരാണ്? അതാണ് സുഹൃത്തുക്കളെ അടിമശില്പി. പുഷ്പബാണനോ പോത്തുലഞ്ഞിടും അർഘബിംബ സമാനനോ, പുഷ്പബാണനോ പോത്തുലഞ്ഞിടും അർഘബിംബ സമാനനോ, ശില്പഭംഗിയോ ശില്പിയോ കണ്ടതത്ഭുതങ്ങളോ സ്വപ്നമോ, ശില്പഭംഗിയോ ശില്പിയോ കണ്ടതത്ഭുതങ്ങളോ സ്വപ്നമോ, പുഷ്പബാണനോ പൂത്തുലഞ്ഞിടും അർഘബിംബ സമാനനോ, പുഷ്പബാണനോ പൂത്തുലഞ്ഞിടും അർഘബിംബ സമാനനോ, ശില്പഭംഗിയോ ശില്പിയോ കണ്ടതത്ഭുതങ്ങളോ സ്വപ്നമോ, ശില്പഭംഗിയോ ശില്പിയോ കണ്ടതത്ഭുതങ്ങളോ സ്വപ്നമോ. രാജകുമാരി ആ നിൽപ്പ് തന്നെ നിൽക്കുകയാണ്. കാരണം ഇത്ര സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ രാജകുമാരി നാളിതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ നിൽക്കുകയാണ്, ഒരു കൽപ്രതിമ പോലെ രാജകുമാരി ആ ശില്പിയെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞു. തോഴി ഉന്നീസ് അടുത്ത് ചെന്നു. ഏയ് തമ്പുരാട്ടി, നമുക്ക് പോകണ്ടേ? നേരമേറെയായി. രാജകുമാരിക്ക് അനക്കമില്ല. രാജകുമാരിയുടെ ശ്രദ്ധ മുഴുവൻ ആ ശില്പിയിലാണ്. ഇവിടെ തന്നെ നിന്നാൽ മതിയോ? നമുക്ക് പോകണ്ടേ? സ്വപ്നത്തിൽ എന്ന പോലെ രാജകുമാരി ഞെട്ടിത്തിരിഞ്ഞു. ഉന്നീസേ, എന്നെ വിളിച്ചോ? അതേ തമ്പുരാട്ടി, നേരമേറെയായി, നമുക്ക് പോകാം ഉന്നീസേ, പോകാം. മനസ്സില്ല മനസ്സോടെ രാജകുമാരി തോഴിയോടൊപ്പം നടക്കുവാൻ കാലുകൾ കൊതിക്കും, അത് മുടക്കുവാൻ മാനസം മടിക്കും, നടക്കുവാൻ കാലുകൾ കൊതിക്കും, അത് മുടക്കുവാൻ മാനസം മടിക്കും, ഒത്തിരി നടക്കും പിന്നെയും മടിക്കും, ശില്പിയെ വീണ്ടും തിരിഞ്ഞു നോക്കും, ഒത്തിരി നടക്കും പിന്നെയും മടിക്കും, ശില്പിയെ വീണ്ടും തിരിഞ്ഞു നോക്കും, ശില്പിയെ വീണ്ടും തിരിഞ്ഞു നോക്കും, നടക്കുവാൻ കാലുകൾ കൊതിക്കും, അത് മുടക്കുവാൻ മാനസം മടിക്കും, നടക്കുവാൻ കാലുകൾ കൊതിക്കും, അത് മുടക്കുവാൻ മാനസം മടിക്കും, ഒത്തിരി നടക്കും പിന്നെയും മടിക്കും, ശില്പിയെ വീണ്ടും തിരിഞ്ഞു നോക്കും, ശില്പിയെ വീണ്ടും തിരിഞ്ഞു നോക്കും. വേഗത്തിൽ നടക്കണമെന്ന് രാജകുമാരിയുടെ കാലുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മനസ്സ് പറയുന്നു പതുക്കെ പോകാം, വളരെ പതുക്കെ പോകാം. മനസ്സില്ല മനസ്സോടെ രാജകുമാരി നടക്കുകയാണ്. അല്പം നടക്കും, വീണ്ടും ശില്പിയെ തിരിഞ്ഞു നോക്കും. മനസ്സില്ല മനസ്സോടെ രാജകുമാരി നടന്ന് അന്തഃപുരത്തില് എത്തി. കൊട്ടാരത്തിലെത്തിയിട്ട് രാജകുമാരി ഒരേ ഒരു ചിന്ത മാത്രം, അടിമക്കോട്ടയിൽ കണ്ട ആ ശില്പിയെക്കുറിച്ചുള്ള ചിന്ത മാത്രം. പിന്നെയും 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 ആ ശില്പിയെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് ആ രാജകുമാരിക്ക് മോഹം.
രാത്രിയായിട്ടും തമ്പുരാട്ടിക്ക് ഉറക്കമില്ല. തിരിഞ്ഞും മറിഞ്ഞും ആ പട്ടുമെത്തയിൽ ആ രാജകുമാരി കിടക്കുകയാണ്, ഉറങ്ങാതെ കിടക്കുകയായിരിക്കും. എന്തായിരിക്കും അതിന് കാരണം? രാജകുമാരിക്ക് ആ ശില്പിയെ വളരെ ഇഷ്ടമാണ്. പക്ഷെ അതൊന്ന് തുറന്നു പറയാൻ രാജകുമാരിക്ക് ആകുന്നുമില്ല. എങ്ങനെയെങ്കിലും ഒരു ദിവസം അങ്ങനെ ഉറക്കമില്ലാതെ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം രാജകുമാരി തോഴിയുമൊത്ത് അടിമക്കോട്ടയിൽ വീണ്ടും പോയി. തലേ ദിവസത്തെ പോലെ തന്നെ അന്നും ശില്പി പ്രതിമയുടെ പണിയിൽ മുഴുകിയിരിക്കുകയാണ്. രാജകുമാരി വിളിച്ചു, ഏയ് ശില്പി. വീണ്ടും വിളിച്ചു, ശില്പി. ശില്പി അത് കേട്ടില്ല. ഉടനെ അടുത്ത് വിളിച്ചത് ആരെന്നറിയാമോ? തോഴിയാണ്. കൊത്തുപണിക്കാരാ. തോഴിക്ക് കൊത്തുപണിക്കാരനാണ്, ശില്പി ഒന്നുമില്ല. അതങ്ങനെയാണല്ലോ. കൊത്തുപണിക്കാരാ, നിങ്ങളെ വിളിച്ചത് രാജകുമാരിയാണ്. പെട്ടെന്ന് അയാൾ ഞെട്ടിത്തിരിഞ്ഞു. തമ്പുരാട്ടി, അടിയനത് അറിഞ്ഞില്ല. അയാളുടെ കയ്യിൽ നിന്നും ആ കല്ലൂര് ശില്പവേല നടത്തിക്കൊണ്ടിരുന്ന ഉളിയും മറ്റ് സാധനങ്ങളെല്ലാം താഴെ വീണുപോയി. ക്ഷമിക്കണം തമ്പുരാട്ടി, അടിയൻ അറിഞ്ഞില്ല. ശില്പി, അതിന് താങ്കൾ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ക്ഷമിക്കുന്നതിന് വേണ്ടി ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഉടനെ രാജകുമാരി നടന്ന് ആ ശില്പിയുടെ അടുത്തേക്ക് ചെന്നു. ശില്പി, അങ്ങയുടെ പേരെന്താണ്? തമ്പുരാട്ടി, അടിയന്റെ പേര് മുഹമ്മദ് ഖയ്യൂം. അതെ, മുഹമ്മദ് ഖയ്യൂം. ആഹാ, നല്ല പേരാണല്ലോ മുഹമ്മദ് ഖയ്യൂം. ശില്പി, നിങ്ങൾ എങ്ങനെ ഈ അടിമക്കോട്ടയിൽ വന്നു? രാജകുമാരിയുടെ അടുത്ത ആഗ്രഹം, എങ്ങനെ ഈ അടിമക്കോട്ടയിൽ വന്നു ചോദിച്ചു. തമ്പുരാട്ടി, അതൊരു കഥയാണ്. പണ്ട് രാജ്ഞിയുടെ പിതാമഹന്മാർ ഞങ്ങളെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഞങ്ങളെ ഇവിടെ എല്ലാം കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അടിമക്കോട്ടയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്, ഇവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അങ്ങനെയാണ് ഈ അടിമക്കോട്ടയിൽ അടിയനും വന്നുപെട്ടത്. ഓഹോ, അങ്ങനെയാണോ? പിന്നെ ഈ അടിമക്കോട്ടയിൽ നിങ്ങളൊരു സൈന്യൻ, ഒരു വലിയ ഒരു സേനാനിയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഈ ശില്പവേല, വാള് പിടിച്ച് തഴമ്പിച്ച കൈകൾ, എങ്ങനെ ഈ ശില്പവേല ചെയ്യാൻ പറ്റി? തമ്പുരാട്ടി, എൻ്റെ പിതാവ് നല്ലൊരു ശില്പിയായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പിതാവ് പറഞ്ഞു തന്ന് പഠിപ്പിച്ച ഒരു വേലയാണ് ശില്പവേല എന്ന് പറഞ്ഞു. അങ്ങനെ രജപുത്ര സേനാനിയായി അന്ന് ഈ രാജ്ഞിയുടെ പിതാവിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടിയ ഒരു രജപുത്ര സേനാനിയായ ഒരു ഹിന്ദുവായ വിഷ്ണുദത്തനാണ് ഞാൻ. അന്നൊരു സന്ധ്യയിൽ ജാതി പിശാചുക്കൾ ചെന്നിളം ചിന്തിയ സങ്കരഭൂമിയിൽ, അന്നൊരു സന്ധ്യയിൽ ജാതി പിശാചുക്കൾ ചെന്നിളം ചിന്തിയ സങ്കരഭൂമിയിൽ, മന്നവന്മാരുടെ കൂർത്ത കുന്തങ്ങളാൽ മണ്ണടിഞ്ഞായിരം ജീവിതങ്ങൾ, മന്നവന്മാരുടെ കൂർത്ത കുന്തങ്ങളാൽ മണ്ണടിഞ്ഞായിരം ജീവിതങ്ങൾ, മണ്ണടിഞ്ഞായിരം ജീവിതങ്ങൾ, മണ്ണടിഞ്ഞായിരം ജീവിതങ്ങൾ. രാജകുമാരി, കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ, ഞാൻ ഒരു മതം മാറ്റപ്പെട്ട ഒരു ഹിന്ദുവാണ്. എനിക്ക് ലഭിച്ച പേരാണ്, മതം മാറിയതിന്റെ പേരിൽ എനിക്ക് ലഭിച്ച പേരാണ് മുഹമ്മദ് ഖയ്യൂം. ഇതെല്ലാം കേട്ടപ്പോൾ രാജകുമാരിക്ക് ആ ശില്പിയോട് എന്തെന്നില്ലാത്ത സ്നേഹവും സഹതാപവും തോന്നി. രാജകുമാരി ചോദിച്ചു, ശില്പി, നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവസാനം രാജകുമാരിയും തോഴിയും അന്നും വർത്താനങ്ങളൊക്കെ കഴിഞ്ഞ് അന്നും പിരിഞ്ഞുപോയി. പിന്നീട് എല്ലാ ദിവസവും രാജകുമാരി അടിമക്കോട്ടയിൽ വന്നുകൊണ്ടേയിരുന്നു. നാളുകൾ കഴിയുന്തോറും രാജകുമാരിയുടെ ഹൃദയത്തിൽ ആ ശില്പിയുടെ ചിത്രം വളരെ ആഴത്തിൽ പതിയുകയായിരുന്നു. മുത്താനുരാഗങ്ങൾ പട്ടുനൂലിൽ കോർത്ത് ചിത്തവും പേറിയ രാജപുത്രി, മുത്താനുരാഗങ്ങൾ പട്ടുനൂലിൽ കോർത്ത് ചിത്തവും പേറിയ രാജപുത്രി, എത്ര നിശകളിൽ നിദ്രയില്ലാതെയ ശില്പിയെ ധ്യാനിച്ചിരുന്നു പോയി, എത്ര നിശകളിൽ നിദ്രയില്ലാതെയ ശില്പിയെ ധ്യാനിച്ചിരുന്നു പോയി. മുത്താനുരാഗങ്ങൾ പട്ടു
രാജപുത്രി മുക്താനുരാഗങ്ങൾ പട്ടുനൂലിൽ കോർത്ത് ചിത്തവും പേറിയ രാജപുത്രി എത്ര നിശകളിൽ നിദ്രയില്ലാതെയ ശില്പിയെ ധ്യാനിച്ചിരുന്നു പോയി. എത്ര നിശകളിൽ നിദ്രയില്ലാതെയ ശില്പിയെ ധ്യാനിച്ചിരുന്നു പോയി. ദില്ലിയിലെ രാജകൊട്ടാരം ചന്ദനച്ചാറിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന രാത്രികളിൽ കൊട്ടാരപാലകർ ഗാഠനിദ്രയിൽ അമർന്ന യാമങ്ങളിൽ അന്തപുരത്തിൽ ആ രാജകുമാരി മാത്രം ഉറക്കം കിട്ടാതെ അങ്ങനെ പട്ടുപത്തിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ആ രാജകുമാരിക്ക് ശില്പിയോട് അതിയായ സ്നേഹവും പ്രേമവുമാണ്. പക്ഷെ അതൊന്ന് തുറന്നു പറയാൻ ആ തമ്പുരാട്ടിക്ക് രാജകുമാരിക്ക് കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു പൗർണമി ദിവസം അർദ്ധരാത്രി സമയം രാജകുമാരി പെട്ടെന്ന് ഉണർന്നു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. തോഴിയായ ഉന്നീസിന്റെ മുറിയിലേക്ക് ചെന്നു. ഉന്നീസിനെ തട്ടി വിളിച്ചു. ഏയ് ഉന്നീസേ, എഴുന്നേൽക്കൂ, ഉന്നീസേ എഴുന്നേൽക്കൂ. തോഴി ഞെട്ടി ഉണർന്നു. എന്താ രാജകുമാരി, ഈ രാത്രിയിൽ എന്ത് വേണം? ഉന്നീസേ, എനിക്ക് ഉടനെ അടിമക്കോട്ടയിൽ പോകണം. ആ ശില്പിയെ കാണണം. അയ്യോ അയ്യോ, തമ്പുരാട്ടിക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇത് അർദ്ധരാത്രിയാണ്. ഈ അർദ്ധരാത്രി സമയം നമ്മൾ എങ്ങനെ അടിമക്കോട്ടയിൽ പോകും? അല്ല ഉന്നീസേ, എനിക്ക് ആ ശില്പിയെ കാണാതിരിക്കാൻ കഴിയുന്നില്ല. ശില്പിയെ കാണണം, എനിക്കെല്ലാം തുറന്നു പറയണം. രാജകുമാരി, ഈ പാതിരാ നേരത്ത് പാറാവുകാരെ കബളിപ്പിച്ച് അടിമക്കോട്ടയിൽ എങ്ങനെ പോകാനാണ്? അതൊന്നും നീ അറിയണ്ട. നീ എന്റെ കൂടെ വന്നാൽ മാത്രം മതി. വഴി എനിക്കറിയാം. കൊട്ടാരത്തിൽ നിന്നും അടിമക്കോട്ടയിലേക്ക് ഒരു രഹസ്യ വഴിയുണ്ട്. രഹസ്യ വഴി രാജകൊട്ടാരത്തിലുള്ളവർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യ വഴി. അങ്ങനെ ഒരു രഹസ്യ വഴി പണ്ടൊക്കെ വച്ചിട്ടുണ്ട്. ആ രഹസ്യ വഴി അന്ന് രാജാക്കന്മാരെല്ലാം എന്തെങ്കിലും യുദ്ധം വന്ന അവസാനം രക്ഷപ്പെടാൻ ഒരു മാർഗം ഇല്ലെന്ന് കണ്ടാൽ ചുവക്കോന ഈ ഗുഹയിലൂടെ ഒറ്റ പോക്കാണ്. പിന്നെ എവിടെയെങ്കിലും ചെന്ന് രക്ഷപ്പെടാൻ ഒരു സ്ഥലത്താണ് ഇത് തുറക്കൂ. അങ്ങനെ ഒരു ഇവിടെ തിരുവനന്തപുരത്തുമൊക്കെ ഉണ്ടായിരുന്നെന്നാണ് ഇവിടെ കൊണ്ടായിരുന്നെന്നാണ് പറയുന്നത് രാജാവിൻ്റെ കാലത്ത്. അങ്ങനെ ആ ഗുഹയിൽ രാജകുമാരിക്കൊക്കെ അറിയാം. പിന്നെ കോഡൊക്കെ അറിയാവുന്നുള്ള ആർക്കേ ഉള്ളൂ, രാജകുമാരിക്കേ ഉള്ളൂ. ഇപ്പോഴത്തെ ചില ഇതുപോലെ. അപ്പോൾ അങ്ങനെ രാജകുമാരി നിർബന്ധിച്ച് ഉന്നീസ് പുറകെ ഇങ്ങനെ നടന്ന് ചെന്നു. ആ അന്തപുരത്തിന് വെളിയിലിറങ്ങി അവിടെ ഒരു കൽപ്രതിമ നിൽക്കുന്നു. ആ കൽപ്രതിമ രാജകുമാരി ഒന്ന് പിടിച്ചൊന്ന് തിരിച്ചു. ഒരു വലിയ ഗുഹയുടെ കവാടമത തുറക്കുന്നു. ആ ഇരുട്ട് നിറഞ്ഞ, വെളിച്ചമൊന്നുമില്ല, ആ ഇരുട്ട് നിറഞ്ഞ ഗുഹയിലേക്ക് ആ രാജ്ഞി തോഴിയെയും കൂട്ടി അങ്ങനെ ആ ഗുഹയിലൂടെ നടക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് ആ ഗുഹ ചെന്ന് ചേരുന്നത് അടിമക്കോട്ടയുടെ മുമ്പിലാണ്. അവിടെ ചെന്നു. അവിടെ നോക്കിയപ്പോൾ അടിമകളെല്ലാം ഭയങ്കര ഉറക്കത്തിലാണ്. എല്ലാവരും കൂർക്കം വലിച്ച്, അർദ്ധരാത്രി അല്ലേ, ഉറങ്ങാത്തവനും ഉറങ്ങിപ്പോവും. അർദ്ധരാത്രി അങ്ങനെ കൂർക്കം വലിച്ചുറങ്ങുകയാണ് രാജകുമാരിക്ക് എവരെയൊന്നും കാണണ്ട. ആരെ കണ്ടാ മതി? ശില്പിയെ കാണണം. ആ ഒറ്റ നോട്ടമേ ഉള്ളൂ. അങ്ങനെ നോക്കി ചെന്നപ്പോൾ അതാ നോക്കൂ, ആ പൊയ്കയുടെ തീരത്ത് അതാ ഇരുന്നുറങ്ങുന്നു ശില്പി. രാജകുമാരിയെ ശില്പിയുടെ സമീപത്ത് ചെന്ന് ഇങ്ങനെ തട്ടി വിളിച്ചു. ശില്പി. അയാൾ ഞെട്ടി ഉണർന്നു. അയ്യോ തമ്പുരാട്ടി, എന്താ തമ്പുരാട്ടി ഈ അസമയത്ത്? ഒച്ച വയ്ക്കാതെ എന്നോടൊപ്പം വരൂ. എന്താ തമ്പുരാട്ടി? മിണ്ടരുത്, എൻ്റെ കൂടൊപ്പം വരൂ. അങ്ങനെ തമ്പുരാട്ടി ശില്പിയെ വിളിച്ചു. ശില്പി അതനുസരിച്ച് തമ്പുരാട്ടിയുടെ പുറകെ പോയി. അവർ കോട്ടയ്ക്ക് വെളിയിലേക്ക് ഇറങ്ങി. ആ ഉദ്യാനത്തിലേക്ക് ചെന്നു. അവിടെ ഉന്നീസ് ഒരു ഭാഗത്ത് മാറി അങ്ങനെ നിന്നു. നിങ്ങളെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ രാത്രിയിൽ ദേവസന്നിധിയിൽ വന്നു ഞാൻ. ഈ രാഗിണി നിൽപ്പൂ പ്രേമസ്വരൂപിണിയായി. ഈ രാത്രിയിൽ ദേവസന്നിധിയിൽ വന്നു ഞാൻ. ഈ രാഗിണി നിൽപ്പൂ പ്രേമസ്വരൂപിണിയായി. സ്വീകരിക്കൂ ഭവൻ, സ്വീകരിക്കൂ ഈ പ്രേമദാസിതൻ പ്രേമപൂജ. സ്വീകരിക്കൂ ഭവൻ, സ്വീകരിക്കൂ ഈ പ്രേമദാസിതൻ പ്രേമപൂജ.
ദേവസന്നിധിയിൽ വന്നു ഞാൻ. ഈ രാഗിണി നിൽപ്പൂ പ്രേമസ്വരൂപിണിയായി. ഈ രാത്രിയിൽ ദേവസന്നിധിയിൽ വന്നു ഞാൻ. ഈ രാഗിണി നിൽപ്പൂ പ്രേമസ്വരൂപിണിയായി. സ്വീകരിക്കൂ ഭവൻ സ്വീകരിക്കൂ ഈ പ്രേമദാസിതൻ പ്രേമപൂജ. സ്വീകരിക്കൂ ഭവൻ സ്വീകരിക്കൂ ഈ പ്രേമദാസിതൻ പ്രേമപൂജ. ഖയ്യൂം, ഞാൻ മറച്ചു വയ്ക്കാതെ പറയട്ടെ, ഞാൻ ഖയ്യൂമിനെ സ്നേഹിക്കുന്നു. രാജകുമാരി, അവിടുന്ന് എന്താണ് ഈ പറയുന്നത്? ദില്ലി സുൽത്താന്റെ പുത്രിയായ അവിടുന്ന് ഒരു അടിമയെ സ്നേഹിക്കുന്നുവെന്നോ? രാജകുമാരിയുടെ അറിവില്ലായ്മ കൊണ്ടും ഈ പ്രായത്തിന്റെ ചാവല്യം കൊണ്ടും പറയുന്നതാണിത്. ഒരിക്കലും നടക്കാത്ത ആഗ്രഹമാണിത് തമ്പുരാട്ടിയുടേത്. ആരെങ്കിലും ഈ രംഗം കാണുന്നതിന് മുമ്പ് ദയവായി തമ്പുരാട്ടി മടങ്ങിപ്പോകൂ. ഇല്ല ഖയ്യൂം, ഇല്ല, നിങ്ങളെ പിരിഞ്ഞു പോകാൻ എനിക്ക് കഴിയുകയില്ല. പറ്റിപ്പിടിച്ചു പോയി ശില്പി തന്നെ ചിത്രമന്മാനസ ഭിത്തി തന്നിൽ. പറ്റിപ്പിടിച്ചു പോയി ശില്പി തന്നെ ചിത്രമന്മാനസ ഭിത്തി തന്നിൽ. എത്ര മറച്ചാലും മായുകില്ല ഞാൻ, എത്ര ശ്രമിച്ചാലും സാധ്യമല്ല. എത്ര മറച്ചാലും മായുകില്ല ഞാൻ, എത്ര ശ്രമിച്ചാലും സാധ്യമല്ല. പറ്റിപ്പിടിച്ചു പോയി ശില്പി തന്നെ ചിത്രമന്മാനസ ഭിത്തി തന്നിൽ. പറ്റിപ്പിടിച്ചു പോയി ശില്പി തന്നെ ചിത്രമന്മാനസ ഭിത്തി തന്നിൽ. ഖയ്യൂം, എന്റെ ഉള്ളു തുറന്ന് ഞാൻ പറയുകയാണ്, ആദ്യമായി കണ്ടപ്പോൾ തന്നെ ശില്പിയുടെ ചിത്രം എന്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി. അങ്ങയെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഈ ഹൃദയത്തെ അവിടുന്ന് സ്വീകരിക്കില്ലേ? പ്രേമാപേക്ഷയുമായി നിൽക്കുന്ന ആ മന്നവപുത്രിയോട് ശില്പി പറഞ്ഞു, ഈ അടിമയോട് രാജകുമാരിക്കുണ്ടാവുന്ന പ്രേമം തമ്പുരാട്ടി ജലരേഖ പോലെ വ്യർത്ഥമാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ ഇത് കുറ്റകരവുമാണ്. കാരണം തമ്പുരാട്ടി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കേവലം ഞാനൊരു അടിമയല്ലേ, പോരെങ്കിൽ ഞാനൊരു ഹിന്ദുവല്ലേ. കേവലം ഞാനൊരു അടിമയല്ലേ, പോരെങ്കിൽ ഞാനൊരു ഹിന്ദുവല്ലേ. നാടിൻ്റെ നാഥൻ്റെ പുത്രിയല്ലേ ദേവി, നാടേ നാട്ടാക്കു റാണിയല്ലേ. നാടിൻ്റെ നാഥൻ്റെ പുത്രിയല്ലേ ദേവി, നാളെ നാട്ടാക്കു റാണിയല്ലേ. കേവലം ഞാനൊരു അടിമയല്ലേ, പോരെങ്കിൽ ഞാനൊരു ഹിന്ദുവല്ലേ. കേവലം ഞാനൊരു അടിമയല്ലേ, പോരെങ്കിൽ ഞാനൊരു ഹിന്ദുവല്ലേ. നാടിൻ്റെ നാഥൻ്റെ പുത്രിയല്ലേ ദേവി, നാളെ നാട്ടാക്കു റാണിയല്ലേ. നാടിൻ്റെ നാഥൻ്റെ പുത്രിയല്ലേ ദേവി, നാളെ നാട്ടാക്കു റാണിയല്ലേ. നാട് ഭരിക്കുന്ന പൊന്നു തമ്പുരാന്റെ മകളാണ് അവിടുന്ന്. നാളെ ഈ നാടിന്റെ മഹാറാണിയാണ്. അങ്ങനെയുള്ള തമ്പുരാട്ടി ഒരു അടിമയെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ അതാരും അംഗീകരിക്കുന്നതല്ല. തമ്പുരാട്ടി, ഞാനൊരു അടിമ മാത്രമല്ല, ജന്മനാ ഞാനൊരു ഹിന്ദു കൂടിയാണ്. ഒരു അന്യമതക്കാരനായ അടിയനെ അവിടുന്ന് സ്നേഹിക്കുന്നത് ഒരിക്കലും മറ്റുള്ളവർ അംഗീകരിക്കില്ല. ഖയ്യൂം, ഞാനിപ്പോൾ രാജകുമാരിയാണെങ്കിലും ഞാനും ഒരടിമയാണ്. മതത്തിലും ജാതിയിലും ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. സ്നേഹത്തിൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തമ്പുരാട്ടിയുടെ മാത്രം കാര്യം.
ഒരിക്കലും ഇതാരും തന്നെ പൊതുജനം ആരും തന്നെ ഇത് അംഗീകരിക്കില്ല. ശില്പി, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊന്ന് തീർത്തു പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പുരുഷനെ ഭർത്താവായി സ്വീകരിക്കുന്നെങ്കിൽ അത് താങ്കളെ മാത്രമായിരിക്കും. സർവശക്തനായ അല്ലാഹുവിന്റെ പേരിൽ ഞാനിതാ സത്യം ചെയ്യുന്നു. എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും, ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും ഞാനൊരു വരനെ സ്വീകരിക്കുമെങ്കിൽ അത് അങ്ങയെ മാത്രമായിരിക്കും. രാജകുമാരിയുടെ ഉറച്ച തീരുമാനത്തിന് മുമ്പിൽ ആ ചെറുപ്പക്കാരൻ നമ്ര ശിരസ്കനായി പോയി. രാജകുമാരിയുടെ സ്നേഹത്തിന് ഇത്രയും വിലയുണ്ടെന്ന്, ആത്മാർത്ഥതയുണ്ടെന്ന് അയാൾ കരുതിയില്ല. പിന്നെ മറ്റൊന്നും പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാളും വിചാരിച്ചു, എന്തായാലും വരുന്നത് വരട്ടെ, എന്തായാലും ജീവിതത്തിൽ ഒരിക്കൽ എന്ത് ചെയ്യും, മരിക്കും, എന്തായാലും മരിക്കും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് അങ്ങനെ അടിമയായിട്ട് മരിച്ചു ജീവിക്കുകയാണ്, എന്തോ വരട്ടെ എന്ന് ശില്പിയും കരുതി. ശില്പിയുടെ ശരീരത്തിൽ ഭരിഞ്ഞു മുറുകിയ രാജകുമാരിയുടെ കൈകളെ തട്ടിമാറ്റാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പാലാട പോലുള്ള പൗർണമിയിൽ പാരിനെ പുൽകുന്ന പൂനിലാവിൽ, പാലാട പോലുള്ള പൗർണമിയിൽ പാരിനെ പുൽകുന്ന പൂനിലാവിൽ, താമര പൊയ്കതൻ തീരത്ത് രണ്ടോമൽ കാമുക ഹൃദയങ്ങളൊന്നു ചേർന്നു. യാമങ്ങൾ കൊഴിഞ്ഞു വീണു. പാലാട പോലുള്ള പൗർണമിയിൽ പാരിനെ പുൽകുന്ന പൂനിലാവിൽ, പാലാട പോലുള്ള പൗർണമിയിൽ പാരിനെ പുൽകുന്ന പൂനിലാവിൽ, താമര പൊയ്കതൻ തീരത്ത് രണ്ടോമൽ കാമുക ഹൃദയങ്ങളൊന്നു ചേർന്നു. യാമങ്ങൾ കൊഴിഞ്ഞു വീണു, യാമങ്ങൾ കൊഴിഞ്ഞു വീണു. പരന്നൊഴുകുന്ന പൂനിലാവിന്റെ വെളിച്ചത്തിലെല്ലാം മറന്ന് അലിംഗനബദ്ധരായി നിൽക്കുകയാണ് ശില്പിയും രാജകുമാരിയും. രാജകുമാരിയും ശില്പിയും ഞെട്ടിത്തെറിച്ചുപോയി. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ മിഴിച്ചു നോക്കി. അതാ നിൽക്കുന്നു സുൽത്താൻ ഇൽത്തമിഷ്. അതിന് പുറകിലായി സർവ്വസൈന്യാധിപൻ കബീർ. വളരെ അകലെ മാറി ഒന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുന്ന തോഴി ഉന്നീസ്. രാജാവിന്റെ കണ്ണുകളിൽ നിന്നും തീക്കട്ടകൾ ചിതറി വീഴുന്നത് പോലെ തോന്നി. എന്തു പറയണമെന്നറിയാതെ സ്തബ്ധരായി നിൽക്കുകയാണ് ശില്പിയും രാജകുമാരിയും. സുൽത്താൻ കൽപ്പിച്ചു, ആരെവിടെ?
ഈ രാജ്യദ്രോഹിയായ അടിമയെ ബന്ധിക്കൂ. രാജകുമാരി ഉച്ചത്തിൽ വിളിച്ചു, "പാപ്പാ, പാപ്പാ, പാപ്പാ." ഒരക്ഷരം വേണ്ടി പോവരുത്. സുൽത്താൻ മകളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി. അടുത്ത നിമിഷം കയ്യുവിനെ വിലങ്ങണിയിച്ച് കാരാഗ്രഹത്തിലാക്കി. അന്തപുരത്തിലെ പട്ടുമത്തയിൽ കൊച്ചുതമ്പുരാട്ടി കിടന്ന് പൊട്ടിക്കരയുകയാണ്. നേരം പുലർന്നപ്പോൾ രാജാവ് കൊട്ടാരത്തിൽ രാജസദസ് വിളിച്ചു കൂട്ടിയിരിക്കുന്നു. ബന്ധപ്പെട്ടവരെല്ലാം വിളിച്ചിട്ടുണ്ട്. സഭയിൽ മതപണ്ഡിതന്മാര്, ഉദ്യോഗസ്ഥന്മാർ, സൈന്യ നായകന്മാർ എല്ലാവരും സഭയിൽ ഹാജരായി. സർവ്വസൈന്യാധിപനായ കബീറും രാജസദസ്സിൽ എത്തിയിട്ടുണ്ട്. മഹാരാജാവ് കൽപ്പന പ്രകാരം മകൾ ഗുലാമിയെയും ആ രാജസദസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. രാജാവ് പറഞ്ഞു, സിംഹാസനത്തിൽ നിന്നും ഇൽത്തുമിഷ് എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി: പ്രിയപ്പെട്ട സഭാവാസികളെ, ഒരു സുപ്രധാനമായ കാര്യം അറിയിക്കുവാനാണ് അടിയന്തരമായി നാം ഈ സഭ വിളിച്ചു കൂട്ടിയത്. എനിക്ക് പ്രായാധിക്യമായി ഭരണത്തിൽ നിന്നും അകന്നു നിൽക്കുവാൻ ഞാൻ ആലോചിക്കുകയാണ്, തീരുമാനിക്കുകയാണ്. എൻ്റെ ആൺമക്കളെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഒരു കഥയുമില്ലാത്തവരായി ആഭാസന്മാരായി നടക്കുന്ന അവരെ രാജ്യഭാരം ഏൽപ്പിക്കാൻ കഴിയുകയില്ല. പിന്നെ എനിക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ, ഈ നിൽക്കുന്ന ഗുലാമി. ബുദ്ധിമതിയും സുന്ദരിയുമായ എൻ്റെ മകൾ ഗുലാമിയെ ഞാൻ ഈ ദില്ലി സിംഹാസനത്തിൽ ചക്രവർത്തിനിയായി അവരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാം എന്ത് പറയുന്നു? സഭാവാസികൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ രാജകുമാരി സഭയിലേക്ക് ചാടി വീണു. വേണ്ട, വേണ്ട ബാപ്പ, വേണ്ട, എനിക്ക് രാജ്യവും സിംഹാസനവും ഒന്നും വേണ്ട. ബാപ്പയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന യുവാവിനെ ജയിലിൽ നിന്ന്, കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ച് എനിക്ക് തരികയില്ല. സാധ്യമല്ല, സാധ്യമല്ല ഗുലാമി, സാധ്യമല്ല. നീ സ്നേഹിക്കുന്നത് ഒരു അടിമയെയാണ്. ദില്ലി സുൽത്താന്റെ മകൾ ഒരു അടിമയെ സ്നേഹിക്കുന്നത് ഒരിക്കലും അത് അംഗീകരിക്കുവാൻ കഴിയുകയില്ല. സഭാവാസികളെ, നിങ്ങളൊക്കെ എന്തു പറയുന്നു? ഇത് അംഗീകരിക്കാൻ ഒക്കുമോ? പലരും മൗനം പാലിച്ചിരിക്കുകയാണ്. പക്ഷേ സർവസൈന്യാധിപനായ കബീർ ചാടി എഴുന്നേറ്റു. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. കബീർ പറഞ്ഞു, ആ സൈന്യാധിപൻ എതിർക്കുന്നതിൽ ഒരു കാരണമുണ്ട്. വെറുതെ ഒന്നും അല്ല അയാൾ എതിർക്കുന്നത്. അയാൾ സേനാ നായകനാണ്, കാണാൻ സുന്ദരനാണ്, ചെറുപ്പമാണ്. രാജകുമാരിയെ സ്വന്തമാക്കാൻ അയാൾ പണ്ടേ കൊതിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചന്തം ഉണ്ടെന്ന് വിചാരിച്ച് എല്ലാവരെയും കെട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ചിലരുണ്ട്. അതാണ്, എനിക്ക് നല്ല ചന്തമാണ്, അതുകൊണ്ട് ഈ പോകുന്ന പിള്ളേരെയെല്ലാം എനിക്ക് കെട്ടിയാൽ കൊള്ളാം എന്ന്. അത് അന്നും ഉണ്ടായിരുന്നു ഇതുപോലെ. ഇയാള് ഒരു സൈന്യാധിപനും ചക്രവർത്തിനി ആകാൻ പോകുന്ന രാജകുമാരിയെ കെട്ടാമെന്ന് ഇയാൾ മോഹിച്ചിരിക്കുകയാണ്. രാജകുമാരിയെ കല്യാണം കഴിച്ച് ഈ കിളവനായ ഇൽത്തുമിഷിന്റെ കാര്യം വലിയ കാലമൊന്നുമില്ല, ഇതങ്ങ് തീരും. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഡൽഹി ഭരണം ഏറ്റെടുത്ത് ഒരു സുൽത്താനായി ഭരിക്കണമെന്ന് അയാൾ പണ്ട് സ്വപ്നം കണ്ടിരിക്കുക. അതുകൊണ്ട് മറ്റാരെങ്കിലും ഈ കാര്യത്തിൽ എതിർക്കും പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് അത് എതിർക്കേണ്ടത് കബീറിന്റെ ഉത്തരവാദിത്തമാണ്. അയാൾ ഉച്ചത്തിൽ പറഞ്ഞു, സാധ്യമല്ല, നിസ്സാരനായ ഒരു അടിമക്ക് രാജകുമാരിയെ കൈപിടിച്ചു കൊടുക്കുവാൻ കഴിയുകയില്ല. രാജകുമാരിയെ കല്യാണം കഴിക്കുന്നത് ആരായാലും നാളെ ഈ നാട് ഭരിക്കേണ്ടവനാണ്. അങ്ങനെ നാളത്തെ ഭരണാധികാരി ഒരടിമയെന്ന് വന്നാൽ അതിൽ പരം നാണക്കേട് വേറെ എന്താ ഉള്ളത്? അതുപോലെ മതപണ്ഡിതന്മാരെ, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കൂ. രാജകുമാരിയെ സ്നേഹിക്കുന്ന ആ ചെറുപ്പക്കാരൻ വെറും ഒരു അടിമ മാത്രമല്ല, അയാൾ ഒരു ഹിന്ദു കൂടിയാണ്, ഒരു രജപുത്രനാണ്. മുസ്ലിമിന്റെ ആജന്മ ശത്രുവായ രജപുത്രന് ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾ എന്തു പറയുന്നു? അതിൽ നിങ്ങൾക്ക് വിഷമമില്ലേ? പരാക്രമശാലികളായ സുൽത്താൻമാർ ഭരിച്ച പാരമ്പര്യമുള്ള ഈ സിംഹാസനം ഒരു രാജവംശി എവിടെ നിന്നോ വന്ന ഒരടിമ ഭരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിൽ വിഷമമില്ലേ? സഭ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, ഇല്ല, 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 ഇക്കാര്യം നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇത് കേട്ട് രാജകുമാരി അവരുടെ മുമ്പിലേക്ക് ഒരു പുലിയെ പോലെ ചാടി വീണു. സഭാവാസികളെ, ഈ സേനാനായകൻ പറയുന്നതൊന്നും ശരിയല്ല. ഞാൻ സ്നേഹിക്കുന്നത്
യുവാവിന്റെ പേര് മുഹമ്മദ് ഖയ്യം എന്നാണ്. അയാൾ എങ്ങനെ ഹിന്ദുവായി? ഹിന്ദുവാണെങ്കിൽ ആ പേരെങ്ങനെ ഉണ്ടായി? പണ്ട് അയാൾ ഹിന്ദു ആയിരുന്നിരിക്കാം. ഇവിടുത്തെ രാജപട്ടാളം അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പലരെയും അടിമകളാക്കി കൊണ്ടുവന്ന് അവരുടെ സമ്മതത്തോടു കൂടിയോ അല്ലാതെയോ മതം മാറ്റി ഹിന്ദുവാക്കി മുസ്ലിമാക്കിയിരിക്കാം. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ അയാൾ ഒരു ഹിന്ദു അല്ല, അയാൾ മുസ്ലിമാണ്, മതം മാറ്റം സ്വീകരിച്ചതാണ്. അങ്ങനെ മുസ്ലിമായ ഖയ്യിമിനെ ചിലരുടെ താല്പര്യപ്രകാരം ഇപ്പോ ഹിന്ദു എന്ന് മുദ്രയടിക്കുന്നത് ശരിയാണോ? മതപണ്ഡിതന്മാരെ നിങ്ങൾ പറയൂ, ശരിയാണോ? ആരും ഒന്നും മിണ്ടുന്നില്ല. രംഗമാകെ കനത്ത നിശബ്ദതയിലാണ്. രാജകുമാരി വീണ്ടും വീണ്ടും പറഞ്ഞു, സർവ്വസൈന്യാധിപന്റെ മറ്റൊരാക്ഷേപം അയാൾ ഒരു അടിമയാണെന്നാണ്. അല്ലയോ സഭാവാസികളെ, നിങ്ങൾക്കറിയാം ഞാനും അടിമ വംശത്തിൽപ്പെട്ട ഒരു രാജകുമാരിയാണ്. എന്റെ മകന്മാർ അടിമകളായിരുന്നു. അങ്ങനെ സ്ഥാപിച്ചതാണ് അടിമ രാജവംശം തന്നെ. അതുപോലെ അപ്പോൾ നിങ്ങൾ പറയൂ, ഒരടിമ മറ്റൊരടിമയെ സ്നേഹിക്കുന്നത് തെറ്റാണോ? തെറ്റാണോ? ആരും ഒന്നും മിണ്ടുന്നില്ല. രാജകുമാരി പറയുന്നതിലും കാര്യമുണ്ടെന്ന് രാജാവിന് തോന്നി. അങ്ങനെ സുൽത്താൻ ചിന്താമഗ്നനായി അങ്ങനെ ഇരിക്കുകയാണ്. ഓമനപുത്രിയുടെ താൻ ലാളിച്ചു വളർത്തിയ ഓമനപുത്രിയുടെ ആഗ്രഹങ്ങൾക്ക് എതിർ നിൽക്കാൻ ആ വാത്സല്യനിധിയായ ഒരു പിതാവിന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്തുവാക്കോതണമെന്നറിയാതെ ചിന്തിച്ചിരിക്കുന്നു മന്നവേന്ദ്രൻ. എന്തുവാക്കോതണമെന്നറിയാതെ ചിന്തിച്ചിരിക്കുന്നു മന്നവേന്ദ്രൻ. പൊന്മകൾ തന്നോടെ മോഹങ്ങളെല്ലാം മണ്ണടിക്കാൻ മനസ്സുമില്ല. പൊന്മകൾ തന്നോടെ മോഹങ്ങളെല്ലാം മണ്ണടിക്കാൻ മനസ്സുമില്ല. എന്തുവാക്കോതണമെന്നറിയാതെ ചിന്തിച്ചിരിക്കുന്നു മന്നവേന്ദ്രൻ. എന്തുവാക്കോതണമെന്നറിയാതെ ചിന്തിച്ചിരിക്കുന്നു മന്നവേന്ദ്രൻ. പൊന്മകൾ തന്നോടെ മോഹങ്ങളെല്ലാം മണ്ണടിക്കാൻ മനസ്സുമില്ല. മണ്ണടിക്കാൻ മനസ്സുമില്ല. എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാതെ സിംഹാസനത്തിൽ അങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് ഇൽത്തുമിഷ് രാജാവ് അങ്ങനെ ഇരിക്കുകയാണ്. ഒടുവിൽ അദ്ദേഹം എന്തോ ചിന്തിച്ചുറച്ചതുപോലെ ആ സിംഹാസനത്തിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. ബന്ധനത്തിൽ കഴിയുന്ന ഖയ്യിമിനെ രാജസഭയിൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അതാ രാജഭടന്മാർ ചെന്ന് ഖയ്യിമിനെ അതാ സഭയിലേക്ക് കൊണ്ടുവരികയാണ്. ആരും ഒന്നും മിണ്ടുന്നില്ല. രാജാവ് എന്തു പറയാൻ പോകുന്നു എന്ന് ഒരു രൂപവും ആർക്കുമില്ല. എല്ലാവരും രാജാവിനെ തന്നെ ഉറ്റുനോക്കി അങ്ങനെ ഇരിക്കുകയാണ്. രാജാവ് മെല്ലെ പറയാൻ തുടങ്ങി, ഖയ്യിം, എൻ്റെ മകൾ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ കൂടാതെ അവൾ ജീവിച്ചിരിക്കുകയില്ല എന്നാണ് പറയുന്നത്. എനിക്ക് വലുത് എൻ്റെ മകളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മകൾ ഗുലാമിയെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഈ ദില്ലി സിംഹാസനത്തിൽ, ഈ ദില്ലി നഗരത്തിൽ ഒരു വലിയ ഗോപുരം നിലനിൽക്കുന്നുണ്ട്, കുത്തബ് മിനാർ. അത് എൻ്റെ പിതാമഹൻ കുത്തബ്ദീൻ പണി കഴിപ്പിച്ചതാണ്. പക്ഷേ അതിൻ്റെ കുംഭഗോപുരം പണി പൂർത്തിയാക്കാൻ ഇന്നേ വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് പൂർത്തിയാക്കാൻ വേണ്ടി ആ കുത്തബ് മിനാറിന്റെ മുകളിലേക്ക് പോയ ഒരു ശില്പിയും ജീവനും കൊണ്ട് താഴേക്ക് വന്നിട്ടില്ല. നിങ്ങളൊരു വിദഗ്ധനായ ഒരു ശില്പിയാണെന്നല്ലേ പറയുന്നത്. നിങ്ങൾ ഈ കുംഭഗോപുരത്തിന്റെ പണി പൂർത്തിയാക്കിയാൽ ആ ഇറങ്ങി വരുന്ന ദിവസം ഞാൻ എൻ്റെ മകൾ ഗുലാമിയെ നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കുന്നതായിരിക്കും. ഇത് കേട്ട് രാജകുമാരി ബാപ്പയുടെ കാലുകളിലേക്ക് തെറിച്ചു വീണു. വേണ്ട വേണ്ട ബാപ്പ, വേണ്ട വേണ്ട. കുത്തബ് മിനാറിന്റെ കുംഭഗോപുരം പണിയാൻ എൻ്റെ ഖയ്യിമിനെ പറഞ്ഞയക്കരുത്. മരണം പതിയിരിക്കുന്ന കുത്തബ് മിനാറിന്റെ കുംഭഗോപുരം പണിയാൻ എൻ്റെ ഖയ്യിമിന് കഴിയുകയില്ല.
ഇന്നേ വരെ അത് പൂർത്തിയാക്കാൻ കയറിയിട്ടുള്ള ശില്പികളെല്ലാം ദുർമരണത്തിനിടയായിട്ടുണ്ട്. ബാപ്പയ്ക്കത് അറിയാവുന്നതല്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് എന്തിനാണ് എന്റെ ബാപ്പ എന്റെ ഖയ്യൂമിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്? വേണ്ട ബാപ്പ, വേണ്ട. കുത്തബ്മിനാറിന്റെ കുംഭഗോപുരത്തിൽ പത്തി വിടർത്തി മറഞ്ഞിരിക്കും. കുത്തബ്മിനാറിന്റെ കുംഭഗോപുരത്തിൽ പത്തി വിടർത്തി മറഞ്ഞിരിക്കും. മരണത്തിൻ കൈകളിൽ നിർദ്ദയം ഞാൻ എന്റെ പ്രണയത്തിടമ്പിനെ നൽകുകില്ല. മരണത്തിൻ കൈകളിൽ നിർദ്ദയം ഞാൻ എന്റെ പ്രണയത്തിടമ്പിനെ നൽകുകില്ല. ഇല്ല ബാപ്പ, എന്റെ ഖയ്യൂമിനെ എന്നിൽ നിന്ന് അകറ്റാൻ ഞാൻ അനുവദിക്കില്ല. അറിഞ്ഞുകൊണ്ട് മരണത്തിന്റെ വായിലേക്ക് എന്റെ പ്രിയപ്പെട്ടവനെ തള്ളിവിടാൻ ഞാൻ സമ്മതിക്കില്ല. രാജാവ് പറഞ്ഞു, മകളെ, എന്റെ പൊന്നുമകളെ, ഉമ്മയില്ലാത്ത നിന്നെ ഇന്നേ വരെ ഒരു ദുഃഖവും ഞാൻ അറിയിച്ചിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിൽ എന്റെ മോള് വാശി പിടിക്കരുത്. ഖയ്യൂമിനെ നിനക്ക് നൽകുവാൻ ഈ ബാപ്പയുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല മോളെ എന്ന് നീ മനസ്സിലാക്കണം. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഖയ്യൂം മുന്നോട്ട് വന്ന് പറഞ്ഞു, മഹാരാജാവേ, കുത്തബ്മിനാറിന്റെ കുംഭഗോപുരം പൂർത്തിയാക്കാൻ അടിയൻ ഒരുക്കമാണ്. ഈ ഖയ്യൂം ഒരു ഭീരുവല്ലെന്നും ഇവിടത്തെ രാജകുമാരിയെ സ്വന്തമാക്കാൻ ഈ ഖയ്യൂമിന് തന്റെ ഇടവും അർഹതയുമുണ്ടെന്ന് ലോകമറിയട്ടെ. രാജകുമാരി തടഞ്ഞു. വേണ്ട ഖയ്യൂം, അത് അപകടം പിടിച്ച പണിയാണ്. ഇന്നേ വരെ ആർക്കും കഴിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. അത് പൂർത്തിയാക്കാൻ പല ശില്പികളും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഗോപുരത്തിന്റെ മുകളിലേക്ക് പോയ ഒരു ശില്പിയും താഴേക്ക് ജീവനും കൊണ്ട് ഇറങ്ങി വന്നിട്ടില്ല. എനിക്ക് വേണ്ടി എന്റെ ഖയ്യൂമിനെ മരണത്തിന്റെ വായിലേക്ക് തള്ളിവിടാൻ ഞാൻ അനുവദിക്കില്ല. അയാൾ പറഞ്ഞു, രാജകുമാരി, അവിടുന്ന് ഒരിക്കലും ദുഃഖിക്കരുത്. മനുഷ്യനായാൽ എന്നെങ്കിലും ഒരിക്കൽ മരിക്കും. ഈ സിരകളിൽ കൂടി ഒഴുകുന്നത് രജപുത്ര രക്തമാണ്. അത് കളങ്കമില്ലാത്തതാണ്, വഞ്ചനയും ചതിയുമില്ലാത്തതാണ്. ഈ ഹൃദയം ഞാൻ ഈ കുംഭഗോപുരത്തിന്റെ പണി പൂർത്തിയാക്കും. ഹിന്ദുവും മുസൽമാനും തമ്മിലുള്ള വൈരം അതോടെ ഞാൻ ഇല്ലാതാക്കും. അവിടുന്ന് എന്നോട് കാട്ടിയ സ്നേഹം പരിശുദ്ധമാണെങ്കിൽ തീർച്ചയായും ഞാൻ വിജയിച്ചു വരും. രാജകുമാരി വിഷമിക്കാതിരിക്കൂ, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സഹൃദയരെ, അടുത്ത പ്രഭാതത്തിൽ ദില്ലി നഗരത്തിലാകെ ഈ വർത്തമാനം വിളംബരം ചെയ്യപ്പെട്ടു. രാജഭടന്മാർ പെരുമ്പറ കൊട്ടി നഗരവാസികളെ വിവരമറിയിച്ചു. മഹാജനങ്ങളെ, ഇന്നുവരെ ആർക്കും പൂർത്തിയാക്കാൻ കഴിയാത്ത കുത്തബ്മിനാറിന്റെ കുംഭഗോപുരത്തിന്റെ പണി പൂർത്തിയാക്കാൻ ഇതാ ഒരു ശില്പി തയ്യാറായിരിക്കുന്നു. ഈ കുംഭഗോപുരം പണി പൂർത്തിയാക്കുന്നതിൽ ആ ശില്പി വിജയിച്ചാൽ സുൽത്താന്റെ മകളായ രാജകുമാരിയെ ശില്പിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ്. രാജകുമാരിയെ മാത്രമല്ല, ഭരണാധികാരവും അയാൾക്ക് നൽകുന്നതാണ്. നഗരവാസികൾ അത്ഭുതത്തോടെയാണ് ആ വർത്തമാനം കേട്ടത്. പിറ്റേന്ന് പുലർച്ചയിൽ ദില്ലി നഗരത്തിലെ വലിയ പള്ളിയിൽ നിന്നും ബാങ്ക് വിളിയുണർന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ കുത്തബ്മിനാറിന്റെ ചുവട്ടിലേക്ക് അതാ തടിച്ചുകൂടുകയാണ്. സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ആ സാഹസികനായ ശില്പിക്ക് ഒരു അപകടവും വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളും ആ കുത്തബ്മിനാറിന്റെ ചുവട്ടിലേക്ക് ഓടിയെത്തുകയാണ്. അയാൾക്ക് മംഗളങ്ങൾ നേരാൻ ജനസഹസ്രങ്ങൾ അവിടെ ഒഴുകുകയാണ്. അതാ വരുന്നു ഖയ്യൂം. ജനങ്ങളെല്ലാം അയാളെ തന്നെ ഉറ്റുനോക്കുകയാണ്. നല്ലൊരു ചെറുപ്പക്കാരൻ, എന്തൊരാകാര സൗഷ്ഠവമുള്ള ചെറുപ്പക്കാരൻ, എന്ത് ഐശ്വര്യമായ ചെറുപ്പക്കാരൻ. അറിഞ്ഞോ അറിയാതെയോ മരണത്തിന്റെ ഗുഹയിലേക്ക് കയറിപ്പോകുന്ന കാഴ്ച നിർനിമേഷയായി ആ ജനങ്ങൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയാൾക്ക് അപകടങ്ങളൊന്നും വരുത്തരുതേ എന്ന് അവർ സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഒരാൾ മാത്രം മറിച്ചു പ്രാർത്ഥിക്കുകയാണ്. അത് മറ്റാരുമല്ല, ആരായിരിക്കും? സർവസൈന്യാധിപനായ കബീർ. ആ ശില്പി ഇനി ഒരിക്കലും തിരിച്ചു വരരുതേ എന്ന് ആ സർവസൈന്യാധിപൻ മാത്രം പ്രാർത്ഥിച്ചു.
ചെറുപ്പക്കാരനായ ശില്പി കുത്തബ്മിനാറിന്റെ പടികളിലേക്ക് അതാ കയറിപ്പോവാൻ തുടങ്ങിയിരിക്കുന്നു. രാജകുമാരിയും തോഴിയും കൊട്ടാരത്തിന്റെ ഒരു കോണിൽ നിന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ശില്പിയെ ഇങ്ങനെ നോക്കുകയാണ്. ശില്പി രാജകുമാരിയും തന്റെ പ്രിയപ്പെട്ടവന് യാത്രാമംഗളങ്ങൾ നേരുകയാണ്. രാജകുമാരി എങ്കിലും ആ മിഴികളിൽ കണ്ണുനീർ തുളുമ്പി നിന്നു. പ്രാണനാഥന് മംഗളം നേർന്നു, പ്രേമസ്വരൂപിണി നോക്കി നിന്നു. പ്രാണനാഥന് മംഗളം നേർന്നു, പ്രേമസ്വരൂപിണി നോക്കി നിന്നു. ഈറനണിഞ്ഞ് മിഴികളുമായവർ 100 പ്രതീക്ഷകൾ ചെയ്തു നിന്നു. ഈറനണിഞ്ഞ് മിഴികളുമായവൾ 100 പ്രതീക്ഷകൾ ചെയ്തു നിന്നു. നിറകണ്ണുകളുമായ രാജകുമാരി തന്റെ പ്രിയതമന് വിജയാശംസകൾ നേരുകയാണ്. ശില്പിയത ചിരിച്ച മുഖവുമായി കുത്തബ്മിനാറിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപകടം പതിയിരിക്കുന്ന അതിന്റെ ഓരോ പടവുകളും അയാൾ പിന്നിടുമ്പോൾ രാജകുമാരിയുടെ ഹൃദയത്തിൽ ഒരു അജ്ഞാത ഭയം നാമ്പിടുന്നു. ജിജ്ഞാസ നിർഭരമായ നിമിഷങ്ങൾ അങ്ങനെ പിന്നിട്ട് ആ യുവാവ് ശില്പി കുത്തബ്മിനാറിന്റെ ഉച്ചിയിലെത്തിക്കഴിഞ്ഞു. സന്തോഷഭരിതരായ ജനങ്ങൾ ആർത്തു വിളിച്ചുകൊണ്ട് പിരിഞ്ഞു പോവുകയാണ്. ഭയവും നൊമ്പരവും നിറഞ്ഞ ഹൃദയത്തോടെ രാജകുമാരിയും കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. കയുമിന്റെ കല്ലുളിയിൽ ചുറ്റിക ആഞ്ഞു പതിച്ചു. കുത്തബ്മിനാറിന്റെ കുംഭഗോപുരത്തിൽ ആദ്യമായി ഒരു ശബ്ദം ഉയർന്നു കേട്ടപ്പോൾ അത് കേട്ട നഗരവാസികൾ കോരിത്തിരിച്ചു. രാജകുമാരി കൊട്ടാരത്തിലെ പ്രാർത്ഥനാമുറിയിൽ അന്തപുരത്തിലെ പ്രാർത്ഥനാമുറിയിൽ ഇരുന്ന മണിക്കൂറുകൾ തള്ളി നീക്കുകയാണ്. തമ്പുരാനെ, തന്റെ പ്രിയപ്പെട്ടവന് യാതൊരു ആപത്തും വരുത്തരുതേ എന്ന് അവൾ ദൈവത്തോട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ദിവസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു പോകുകയാണ്. അറബിക്കടലിന്റെ അലകളിൽ തല തല്ലി 60 പകലുകൾ പോയി മറഞ്ഞു. അറബിക്കടലിന്റെ അലകളിൽ തല തല്ലി 60 പകലുകൾ പോയി മറഞ്ഞു. അടിമയെ സ്നേഹിച്ച രാജകുമാരിതൻ അകതാരിൽ അനുരാഗം പൂവിരിഞ്ഞു. അടിമയെ സ്നേഹിച്ച രാജകുമാരിതൻ അകതാരിൽ അനുരാഗം പൂവിരിഞ്ഞു. അറബിക്കടലിന്റെ അലകളിൽ തല തല്ലി 60 പകലുകൾ പോയി മറഞ്ഞു. അറബിക്കടലിന്റെ അലകളിൽ തല തല്ലി 60 പകലുകൾ പോയി മറഞ്ഞു. അടിമയെ സ്നേഹിച്ച രാജകുമാരിതൻ അകതാരിൽ അനുരാഗം പൂവിരിഞ്ഞു. അടിമയെ സ്നേഹിച്ച രാജകുമാരിതൻ അകതാരിൽ അനുരാഗം പൂവിരിഞ്ഞു. കുത്തബ്മിനാറിന്റെ താഴികക്കുടങ്ങളെയും ചുംബിച്ചുകൊണ്ട് 60 പകലുകൾ അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിമറഞ്ഞു. കുംഭഗോപുരത്തിന്റെ പണി പൂർത്തിയാവുകയാണ്. ഇതേവരെ മറ്റാർക്കും സാധ്യമാകാൻ കഴിയാത്ത മഹാകാര്യം യുവാവായ ശില്പി അതാ പൂർത്തിയാക്കിയിരിക്കുന്നു. നഗരത്തിൽ മുഴുവൻ ആ വാർത്ത വരുന്നു. നാളത്തെ സൂര്യോദയത്തിൽ അജയ്യനായ ശില്പി ഖയം കുത്തബ്മിനാറിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ്. രാജ്യം ഭരിക്കുന്ന പൊന്നുതമ്പുരാൻ ശില്പിയെ സ്വീകരിക്കും. തന്റെ മകളെ രാജകുമാരിയെ അയാൾക്ക് സമ്മാനിക്കുകയും ചെയ്യും. ഈ വാർത്ത കേട്ട ഡൽഹി നിവാസികളും കൊച്ചുതമ്പുരാട്ടിയും ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. അടുത്ത പ്രഭാതത്തിൽ വിജയശ്രീ ലാളിതനായി പുറത്തേക്ക് വരുന്ന പ്രിയപ്പെട്ടവനെ സ്വീകരിക്കാനും ആ കഴുത്തിൽ തൻ്റെ വരണമാല്യം ചാർത്തുവാനുമായി ആ സ്നേഹോപകാരം അണിയിക്കുന്നതിനായി കൊച്ചുതമ്പുരാട്ടി അങ്ങനെ തൻ്റെ പള്ളിമെത്തയിൽ കാത്തിരിക്കുകയാണ്.
സഹൃദയരെ, ഈ കഥാഭാഗത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കലാമേളയുടെ അരങ്ങിലും അടിയറയിലും പ്രവർത്തിച്ചവരെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അവതരണം വെള്ളനാട് PS നായരും സംഘവും. കഥ ഗാനങ്ങൾ കൊല്ലം രാമചന്ദ്രൻ. സംഗീതം PS ജയചന്ദ്രൻ പാലോട്. കഥാകഥനം ബാലചന്ദ്രൻ നായർ വെള്ളനാട്. ആലാപനം PS ശശിധരൻ നായർ വെള്ളനാട്, ബിജു കൂട്ടായണിമൂട് വെള്ളനാട്. ഹാർമോണിയം PS ജയചന്ദ്രൻ നായർ പാലോട്. വിൽപ്ലേ അനിൽകുമാർ വെള്ളനാട്. തബല പീറ്റർ നെടുമങ്ങാട്. ഗഞ്ചിറ അനിൽകുമാർ പാലോട്. ഇഫക്റ്റ് അമ്പിളി വെള്ളനാട്. ലൈറ്റ് ജ്യോതിസ് കോക്കോതമംഗലം നെടുമങ്ങാട്. ഗതാഗതം സുരേഷ് കുമാർ പുനല. സംവിധാനം PS ശശിധരൻ നായർ വെള്ളനാട്. സഹൃദയരെ, ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു കഥകൾ തത്വമസി, കാർമുകിൽ വർണ്ണൻ, ഈരാവാൻ, അവൾ അഗ്നിപുത്രി. ഈ കലാമേളയ്ക്ക് നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും തന്ന് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷ് പ്രോ വിഷ്വൽ ഓഡിയോസ് പത്തനംതിട്ടയ്ക്ക് ഞങ്ങളുടെ അഗൈതവമായ 1000 നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളും. അതുപോലെ തന്നെ ഈ പരിപാടി, ഞങ്ങളുടെ ഈ എളിയ കലാരൂപം വീക്ഷിക്കുവാനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടി ഇവിടെ കൂടിയിട്ടുള്ള നല്ലവരായ സഹൃദയരായ എല്ലാ നാട്ടുകാർക്കും ഞങ്ങളുടെ 1000 നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഈ വേദിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരവസരം തന്ന കേരള സർക്കാരിനും നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകതകൾ വിളിച്ചോതുന്ന നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ചോതുന്ന ഈ കേരളീയം പരിപാടിയിൽ ഇതുപോലൊരു വേദി നമുക്ക് വേണ്ടി അനുവദിച്ചു തന്ന കേരള സർക്കാരിനും വിശിഷ്യ സാംസ്കാരിക വകുപ്പിനും ഞങ്ങളുടെ ഈ കലാകാരന്മാരുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ കഥയുടെ ബാക്കി ഭാഗത്തേക്ക് കടക്കുകയാണ്. സമയം പാതിരാവോട് അടുത്തിരിക്കുന്നു. അതാ നോക്കൂ, ആ കൊട്ടാരത്തിലെ അന്തപുരത്തില് എല്ലാ വിളക്കുകളും ഓരോന്നായി അണയാൻ തുടങ്ങി. സമയം പാതിരാവോട് അടുക്കുന്നു. അന്തപുരത്തിൽ ഒരു വെളിച്ചം ഇങ്ങനെ കാണുന്നുണ്ട്. കുറെ കഴിഞ്ഞ് മെല്ലെ മെല്ലെ ആ വെളിച്ചവും അണയാൻ തുടങ്ങി. ഗുലാമി തമ്പുരാട്ടി തൻ്റെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും ഉറക്കമില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. ഈ രാത്രി തമ്പുരാനെ, ഈ രാത്രി എത്രയും വേഗം അവസാനിച്ച് നേരം പുലർന്നെങ്കിലെന്ന് തമ്പുരാട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ട് കിടക്കുകയാണ്. ആ കൊട്ടാരമെല്ലാം ഗാഠനിദ്രയിൽ അമർന്നു കിടക്കുന്ന സമയം രാജകുമാരി കുറെ കഴിഞ്ഞപ്പോൾ തൻ്റെ പള്ളിമഞ്ചലിൽ കിടന്ന് അല്പം മയങ്ങിപ്പോയി. പക്ഷേ അതാ നോക്കൂ, അണഞ്ഞുപോയ വെളിച്ചത്തിൽ നിന്നും ഒരു മുറിയിൽ പെട്ടെന്ന് വെളിച്ചം തെളിയുന്നു. അതിനകത്ത് ഒരു മനുഷ്യൻ മാത്രം ഉറങ്ങാതെ നിൽക്കുകയാണ്, ചിന്തിക്കുകയാണ്. അത് മറ്റാരുമല്ല, സർവസൈന്യാധിപൻ കബീർ. അയാൾക്ക് മാത്രം ഉറക്കം വരുന്നില്ല. അതിന് കാരണമുണ്ട്. വർഷങ്ങൾ അയാൾ ഹൃദയത്തിൽ കെട്ടിപ്പൊക്കിയ എല്ലാ സ്വപ്നങ്ങളും സ്വപ്ന സൗധങ്ങളും ഇതാ തകർന്ന് മണ്ണടിയാൻ പോകുന്നു. കുട്ടിക്കാലം മുതൽ രാജകുമാരിയെ സ്വപ്നം കണ്ട് നടക്കുകയായിരുന്നു. അയാൾ നിഷ്കളങ്കരായ നല്ലവനുമായ രാജാവിനെ പൊടിയിട്ട് മയക്കി അങ്ങനെ നിൽക്കുകയായിരുന്നു. സുന്ദരിയായ രാജകുമാരിയെ വിവാഹം കഴിക്കുക, എന്നിട്ട് രാജ്യത്തിന്റെ അധിപനായി സിംഹാസനത്തിൽ കഴിയുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു തീരുമാനങ്ങൾ. പക്ഷേ എല്ലാം 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 ഇതാ അസ്തമിക്കാൻ പോകുന്നു. എന്റെ ജീവിതം തന്നെ പടുകുഴിയിലേക്ക് പോകാൻ പോകുന്നു. ഇല്ല ഇല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എല്ലാത്തിനും കാരണം ആ ശില്പിയാണ്. ആ കുംഭഗോപുരം പണിത ശില്പി. അയാൾ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. ജീവനും കൊണ്ട് അയാൾ നാളെ ഇനി ഈ ഗോപുരത്തിന്റെ പടിയിറങ്ങി വരാൻ പാടില്ല. നാളെ പുലരുമ്പോൾ അയാൾ വിജയശ്രീലാളിതനായി
താഴെ കിറങ്ങി വരും. പൊന്നു തമ്പുരാൻ അവനെ മാലയിട്ട് സ്വീകരിക്കും. സുന്ദരിയായ രാജകുമാരിയെ അവന് സമ്മാനിക്കും. ഒരിക്കലും പാടില്ല. എവിടെ നിന്നോ വന്ന ഒരു അടിമ ഈ ദില്ലി സാമ്രാജ്യത്തിന്റെ അധിപനാകും. പാടില്ല, പാടില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. സർവസൈന്യാധിപനായ കബീർ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും അത് സംഭവിച്ചുകൂടാ. കൊത്തമ്പുരാറിന്റെ കുംഭഗോപുരത്തിൽ നിന്നും ഒരിക്കലും ആ ശില്പി പുറത്ത് ഒന്നുകൂടാ. അവൻ പൂർത്തിയാക്കിയ കുംഭഗോപുരത്തിൽ തന്നെ അവനും അവസാനിക്കട്ടെ. അവന്റെ പടവാളുമായി സേനാനായകൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏതോ മരപ്പത്തിൽ ആകുലഭാവത്തിൽ പാതിര പക്ഷികൾ പാടി. ഏതോ മരപ്പത്തിൽ ആകുലഭാവത്തിൽ പാതിര പക്ഷികൾ പാടി. ആരാജവീതികൾ മാമല ചില്ലകൾ കൂരിരിൽ പൂക്കളാൽ മൂടി. ആരാജവീതികൾ മാമര ചില്ലകൾ കൂരിരിൽ പൂക്കളാൽ മൂടി. ആകാശത്ത് ഭൂമിയിലുമെല്ലാം കൂരിരുട്ട് കട്ടപിടിച്ച് കിടക്കുകയാണ്. ഈ പാതിരാത്രി കഴിഞ്ഞ സമയത്ത് സർവ്വസൈന്യാധിപൻ കബീർ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എങ്ങും യാതൊരു അനക്കവുമില്ല. കൊട്ടാരത്തിന്റെ പുറംവാതിലുകളിൽ അതാ താറാവുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. സൈന്യാധിപൻ കബീർ ഊരിപ്പിടിച്ച വാളുമായി കുത്തപ്പിനാറിന്റെ ചുവട്ടിലേക്ക് നടന്നു. വളഞ്ഞു 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 മുകളിലേക്ക് നടക്കുന്ന കോണിപ്പടികൾ കയറിയതാ പോവുകയാണ്. ഇതേ സമയം കുംഭഗോപുരത്തിന്റെ കുത്തപ്പിനാറിന്റെ മുകളിൽ കുംഭഗോപുരത്തിന് താഴെയായി പരിക്ഷീണിതരായ ശില്പി അതാ ഇരിക്കുകയാണ്. ശില്പിയുടെ കഥ കഴിക്കുന്നതിന് വേണ്ടി ഒരു കാലദൂതനെ പോലെ സർവ്വസൈന്യാധിപനായ കബീർ കുത്തപ്പിനാറിന്റെ മുകളിലെത്തി. അതാ അതാ ആ ശില്പി ചുവരും ചാരിയിരുന്ന് ഉറങ്ങുകയാണ്. കബീർ ഉടവാളുമായി ശില്പിയുടെ നേർക്ക് പാഞ്ഞെടുത്തു. ഉടവാൾ ഭിത്തിയിൽ തട്ടിയ ശബ്ദം കേട്ട് ശില്പി ഞെട്ടി ഉണർന്നു. കണ്ണു പിടിച്ചു നോക്കുമ്പോൾ ഊരിപ്പിടിച്ച വാളുമായി ഒരു മനുഷ്യനിതാ മുമ്പിൽ നിൽക്കുന്നു. നിങ്ങളാര്? നിങ്ങളാര്? കബീർ പൊട്ടിച്ചിരിച്ചു. എടാ കൊത്തുപടിക്കാരാ, എന്നെ കാലപുരിക്കയക്കാൻ വന്ന കബീറാണ് ഞാൻ. സർവസൈന്യാധിപനായ കബീർ. ഒന്ന് ചോദിച്ചോട്ടെ, അല്ലയോ കബീർ, സർവസൈന്യാധിപൻ, ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന നിങ്ങൾ കേവലം ഒരു ശില്പിയെ കൊല്ലാൻ വന്നത് എന്തിന്? എടാ ശില്പി, നീ എന്റെ ജീവിതത്തിന് നിത്യഭീഷണിയാണ്. എന്റെ എല്ലാ മോഹങ്ങളും നീ തച്ചുടച്ചു. ഞാൻ സ്വന്തമാക്കാൻ കൊതിച്ചിരുന്ന രാജകുമാരിയെയും നീ തട്ടിയെടുക്കാൻ നോക്കുന്നു. ഇല്ല ഇല്ല, ഞാനിത് അനുവദിക്കില്ല. അതാ ഞാൻ അനുവദിക്കില്ല. നീ ഇനി ജീവനും കൊണ്ട് താഴേക്കിറങ്ങില്ല. പറഞ്ഞു തീരും മുമ്പ് കബീർ കൈമുന്റെ നേർക്ക് ആഞ്ഞു വെട്ടി. പക്ഷേ വിദഗ്ധനായ ഒരു യോദ്ധാവിനെ പോലെ കയം ഒഴിഞ്ഞു മാറി. വീണ്ടും കയം. സർവസൈന്യാധിപൻ, ശാന്തനാകൂ. നിങ്ങൾക്ക് ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കാനും താല്പര്യമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെപ്പോലെ എല്ലാ അടവും വിദ്യയും യുദ്ധമുറകളും പഠിച്ച ഒരു സൈന്യാധിപനാണ് ഞാൻ. അന്ന് യുദ്ധരംഗത്ത് വെച്ച് നിങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചത് ചതിയിലൂടെയാണ്. നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ വന്ന വഴിയെ ഇറങ്ങിപ്പോകൂ. എന്തു പറഞ്ഞടാ ചൈത്താന്? ഇതേവരെ ഒറ്റ യുദ്ധത്തിൽ പോലും പരാജയമെന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത സർവസൈന്യാധിപനാണ് ഞാൻ. കഴിയുമെങ്കിൽ തടഞ്ഞു നോക്ക്. കബീർ വീണ്ടും ആഞ്ഞു പറ്റി. അപ്പോൾ ശില്പി വിദഗ്ധനായി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. കുംഭഗോപുരത്തിന് താഴെയായി രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. സൈന്യാധിപന്റെ വാള് അതാ ഭിത്തിയിൽ തട്ടി രണ്ടായി ഓടിച്ചു വീണു. പിന്നെ രണ്ടുപേരും തമ്മിൽ ദ്വന്ദ്വ യുദ്ധം ആരംഭിച്ചു. കുട്ടി ചുരുട്ടി
അത്യുഗ്രമായ പോരാട്ടം ലോകത്ത് ഒരു മനുഷ്യനും അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. രാത്രി മാത്രം ആ സമരത്തിന് സാക്ഷ്യം വഹിച്ചു നിൽക്കുന്നു. മണിക്കൂറുകൾ കടന്നു പോവുകയാണ്. സുഹൃത്തുക്കളെ, അതാ നോക്കൂ, കിഴക്ക് വെള്ളവീശി തുടങ്ങുന്നു. നഗരവാസികളെല്ലാം കുത്തബ്മിനാറിന്റെ ചുവട്ടിലേക്ക് ഒഴുകുകയാണ്. വിജയിച്ചു വരുന്ന ശില്പിയെ സ്വീകരിക്കാൻ ആബാലവൃദ്ധ ജനങ്ങളും അവിടേക്ക് ഓടിക്കൂടുകയാണ്. മുൻപൊരിക്കലും ഒരുങ്ങാത്ത രീതിയിൽ രാജകുമാരിയും അണിഞ്ഞൊരുങ്ങുകയാണ്. പരമസുന്ദരിയായി അണിഞ്ഞൊരുങ്ങി വേണം എൻ്റെ പ്രിയപ്പെട്ടവനെ സ്വീകരിക്കാൻ. നോക്കൂ, സൂര്യൻ മുകളിലേക്ക് ഉദിച്ചുയർന്നു കഴിഞ്ഞു. കുത്തബ്മിനാറിന്റെ മുകളിൽ രണ്ടുപേർ ജീവൻ മരണ പോരാട്ടം നടത്തുന്നത് മറ്റാർക്കും അറിഞ്ഞുകൂടാ. താഴെ നഗരവാസികളും കൊട്ടാരവാരകളും സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി ഹൃദയത്തോടുകൂടി ശില്പിയെ സ്വീകരിക്കാനുള്ള ആകാംക്ഷയോടെ കുത്തബ്മിനാറിന്റെ മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ, അതാ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ കുംഭഗോപുരത്തിന്റെ മുകളിൽ നിന്നും ഒരു മനുഷ്യ ശരീരം താഴേക്ക് കറങ്ങി 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 താഴേക്ക് വരുന്നവർ കണ്ടു. ജനങ്ങളെല്ലാം അന്തം വിട്ട് നിൽക്കുകയാണ്. താഴേക്കുന്ന മനുഷ്യ ശരീരം നിലത്ത് വീണ് പല കഷണങ്ങളായി തെറിച്ചു പോയി. ജനങ്ങൾ ആവിട്ട് നിലവിളിച്ചു, ശില്പി മരിച്ചു, കുത്തബ്മിനാറിന്റെ കുംഭഗോപുരം പൂർത്തിയാക്കിയ ശില്പി ഇതാ ഇതാ താഴെ വീണ് മരിച്ചിരിക്കുന്നു. ഇതറിപ്പോയ മനുഷ്യ ശരീരത്തിന് ചുറ്റും ജനങ്ങൾ കൂടി നിന്ന് വാവിട്ട് കരയുകയാണ്. ഈ വൃത്താന്തങ്ങളൊന്നും രാജകുമാരി അറിഞ്ഞിട്ടില്ല. കുമാരി അന്തഃപുരത്തിലിരുന്ന് അണിഞ്ഞൊരുങ്ങുകയാണ്. ഈ സമയം അതാ അന്തഃപുരത്തിലേക്ക് തോഴി ഉന്നീസ് ഓടിക്കുതച്ച് ചെല്ലുകയാണ്. തമ്പുരാട്ടി, തമ്പുരാട്ടി, തമ്പുരാട്ടി! എന്താ ഉന്നീസേ, കയ്യുമിറങ്ങി വന്നോ? തമ്പുരാട്ടി, തമ്പുരാട്ടി! എന്താ ഉന്നീസേ, പറയൂ തമ്പുരാട്ടി. ഞാനത് എങ്ങനെ പറയും, ഞാൻ എങ്ങനെ പറയും തമ്പുരാട്ടി? എന്താ എന്താ ഉന്നീസേ, നീ കരയുന്നത് എന്താ? എന്താ ഉന്നീസേ, എന്റെ കയ്യുവിന് എന്തെങ്കിലും? തമ്പുരാട്ടി, തമ്പുരാട്ടി, നമ്മുടെ കയ്യും, നമ്മുടെ കയ്യും, നമ്മുടെ കയ്യും മരിച്ചു. ആ വാർത്ത കേട്ട രാജകുമാരി ഒരു നിമിഷം മരവിച്ചു നിന്നുപോയി. എന്നിട്ടവർ വാവിട്ട് നിലവിളിച്ചു കൊണ്ടോടി. കയ്യും, എന്റെ പ്രിയപ്പെട്ട കയ്യും, എന്റെ പ്രിയപ്പെട്ട കയ്യും! മുമ്പിൽ നിന്ന നിലക്കണ്ണാടിയും മറ്റു വസ്തുക്കളും എല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് രാജകുമാരി ഓടുകയാണ്. ഒരു മാർബിൾ തൂണിൽ ചെന്ന് തലയടിച്ചവൾ നിലത്ത് വീണു. അവിടെ നിന്നും എഴുന്നേറ്റ് അവൾ ഓടി കുത്തബ്മിനാറിന്റെ കൽച്ചുവട്ടിലെ വെണ്ണക്കൽ പടികളിൽ ചെന്ന് തലയടിച്ചവൾ വീണു. അയ്യോ, അയ്യോ, എന്റെ പ്രിയപ്പെട്ട കാര്യം! ഞാനും നിങ്ങളെ കൂടെ വരുന്നു, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നു. നിങ്ങളില്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട, കയ്യും വേണ്ട. അവൾ ആ പടികളിൽ തല തല്ലി കരഞ്ഞു. അവൾ വീണ്ടും വീണ്ടും ശക്തിയായി തലയിട്ടടിച്ചു കരഞ്ഞു. ആ മാർബിൾ പടികളിൽ തല തല്ലി ചുടുചോര വാർന്നൊഴുകി. ആ വെണ്ണക്കൽ പടികളിൽ തല തല്ലി ആ സ്നേഹസമ്പന്ന ജീവൻ വെടിഞ്ഞു. അതാ മഹാരാജാവും പരിവാരങ്ങളും ഓടി വരുന്നു. ചോരയിൽ മുങ്ങിക്കുളിച്ച് കിടക്കുന്ന പൊന്നോമന പുത്രിയുടെ ശവശരീരത്തിൽ വീണ് ആ പിതാവ് തല തല്ലി കരയുകയാണ്. മോളെ, എന്റെ പൊന്നു, മാപ്പു തരൂ മോളെ, മാപ്പു തരൂ. ഈ ബാപ്പയ്ക്ക് മാപ്പു തരൂ മോളെ, ക്ഷമിക്കൂ. നീ ജീവന് തുല്യം നീ സ്നേഹിച്ച ശില്പിയെ നിനക്ക് തരാൻ ഈ ബാപ്പയ്ക്ക് കഴിഞ്ഞില്ലല്ലോ. മാപ്പു തരൂ മകളെ. രാജാവ് ഇങ്ങനെ വാവിട്ട് വീങ്ങിക്കരയുമ്പോൾ അതാ നോക്കൂ, കുത്തബ്മിനാറിന്റെ കുംഭഗോപുരത്തിൽ നിന്നും ഗോവണിപ്പൊടികൾ ഇറങ്ങി അതാ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ്. എല്ലാവരും ആ ചെറുപ്പക്കാരനെ തന്നെ സൂക്ഷിച്ചു നോക്കി. രാജാവ് ആ മനുഷ്യനെ തുറിച്ചു നോക്കി.
ഖയം ഖയം. രാജാവിനൊന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹം അത്ഭുതത്തോടെ ശില്പിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ചുറ്റുപാട് നിന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു, ശില്പി മരിച്ചിട്ടില്ല, ശില്പി മരിച്ചിട്ടില്ല. കുത്തബ്മിനാറിന്റെ കുംഭഗോപുരം പണിത ശില്പി ജീവിച്ചിരിക്കുന്നു. മഹാനായ ഖയം തന്റെ ദൗത്യം പൂർത്തിയാക്കി ഇതാ വിജയശ്രീകരമായി തിരിച്ചെത്തിയിരിക്കുന്നു. ജനങ്ങളെല്ലാം മഹാരാജാവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഭരിച്ചത് ശില്പിയല്ലെങ്കിൽ പിന്നെ ആരാണ്? പിന്നെ ആരാണ്? ഈ തറയിൽ വീണ് ചിഹ്നച്ചെറിയ മനുഷ്യ ശരീരം പിന്നെ ആരുടേതാണ്? ഈ സമയം ഖയം മെല്ലെ നടന്ന് രാജാവിന്റെ അടുത്തേക്ക് വന്നു. മഹാരാജാവേ, ഈ താഴെ വീണ് ചിഹ്നിച്ചെറിപ്പോയ മനുഷ്യ ശരീരം സർവ്വസൈന്യാധിപൻ കവിയറിൻ്റെതാണ്. അയാൾ വന്നത് എന്നെ കൊല്ലാനാണ്. പക്ഷേ മരിച്ചത് അയാളാണ്. ഖയം വീണ്ടും പറഞ്ഞു, മഹാരാജാവേ, ഞാനിതാ വിജയിച്ചു വന്നിരിക്കുന്നു. അങ്ങയുടെ കൽപ്പന ഞാനിതാ നിറവേറ്റിയിരിക്കുന്നു. ഇനി അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റുക. ഇനി എന്റെ ഗുലാമിയെ എനിക്ക് തരുക മഹാരാജാവേ. രാജകുമാരിയെ കാണാൻ എന്റെ കണ്ണുകൾ കൊതിക്കുന്നു തമ്പുരാനെ. പ്രിയതമയെ എനിക്ക് തരൂ തിരുമേനി. രാജാവിന് എന്ത് പറയണമെന്നറിയില്ല. അദ്ദേഹം വേദന കൊണ്ട് പുളയുകയാണ്. ഖയം, ഖയം, എനിക്ക് മാപ്പ് തരൂ, എനിക്ക് മാപ്പ് തരൂ ഖയം. എന്താ തിരുമനസ്? അങ്ങ് വാക്കുമാറുകയാണോ? എന്റെ ഗുലാമിയെ എനിക്ക് തരില്ലേ? ഖയം, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ അല്പം താമസിച്ചു പോയി ഖയം. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരുന്ന ആ സ്ഫടിക പാത്രം ഇതാ നിലത്ത് വീണ് ഉടഞ്ഞു പോയിരിക്കുന്നു. തിരുമേനി, അതേ ഖയം, നിങ്ങളെ മാത്രം ധ്യാനിച്ചു കഴിഞ്ഞിരുന്നു. പൊന്നോമന മകൾ അതാ മരിച്ചു കിടക്കുന്നു. കുത്തബ്മിനാറിന്റെ കുംഭഗോപുരത്തിൽ നിന്നും താഴെ വന്ന് വീണത് നിങ്ങളാണെന്ന് കരുതി അവൾ മാറുൽ പൊടികളിൽ തലതെല്ലി അവൾ ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരിക്കലും ഉണരാത്ത അന്ത്യനിദ്രയിൽ എന്റെ പൊന്നുമകൾ കണ്ടുപോയിരിക്കുന്നു. ഖയം ശില്പി ആ മാറുൽ പൊടികളിലേക്ക് നോക്കി. ആ പൊടികളിൽ തലയടിച്ച് ചോരയിൽ മുങ്ങിക്കുളിച്ച് തന്റെ പ്രിയപ്പെട്ടവൾ മരിച്ചു കിടക്കും. ധീരനായ ആ രജപുത്ര സേനാനി ആ കാഴ്ച കണ്ടാകെ തകർന്നു പോയി. നിഷ്കളങ്കമായ ആ സ്നേഹസ്വരൂപിണിയുടെ ചുടുരക്തത്തിൽ മുത്തമിട്ട് കരഞ്ഞു ഖയം. എന്റെ പ്രിയപ്പെട്ട ഗുലാമി, ഞാൻ പൂർത്തിയാക്കിയ കുംഭഗോപുരം കാണുന്നതിന് മുമ്പ് ആ സ്നേഹപുഷ്പം ഇതാ മണ്ണടിഞ്ഞു പോയിരിക്കുന്നു. കുത്തബ്മിനാറിന്റെ കുംഭഗോപുരത്തെ തഴുകി ഉറക്കിക്കൊണ്ട് വർഷങ്ങൾ പിന്നെയും നിരവധി കഴിഞ്ഞുപോയി. ഇന്നും അന്നും ആ കുംഭഗോപുരത്തിന്റെ ചുവട്ടിലൂടെ, ആ തെരുവിധിയിലൂടെ പടുവൃദ്ധനായ ഒരു ഭ്രാന്തൻ ദില്ലി നഗരത്തിൽ കുത്തബ്മിനാറിന്റെ തെരുവീതിയിലൂടെ പാടി നടക്കുന്നത് ആ നഗരവാസികൾ അന്നും ഇന്നും കാണുന്നു. എട്ടറ്റു വീണ കിനാക്കളുമായി ഒരു ചിത്തവിപഞ്ചിക പാടി. ഞെട്ടറ്റു വീണ കിനാക്കളുമായി ഒരു ചിത്തവിപഞ്ചിക പാടി. കുത്തബ്മിനാറിന്റെ വെൺമണിക്കല്ലുകൾ നിത്യവും ആഗാനമേറ്റുപാടി. നിത്യവും ആഗാനമേറ്റുപാടി.
കുത്തബ്മിനാർ സന്ദർശിക്കുന്ന ഓരോ സന്ദർശകനും ആ കുത്തബ്മിനാറിൻ്റെ പടികളിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിനുള്ളിൽ നിന്ന് മുഴങ്ങി കേൾക്കുന്നത് പോലെ തോന്നും, ഉന്നീസേ ഉന്നീസേ എൻ്റെ ഗുലാമി എവിടെ, ഉന്നീസേ എൻ്റെ ഗുലാമി എവിടെ, ഉന്നീസേ ഉന്നീസേ എൻ്റെ ഗുലാമി എവിടെ, എവിടെ എവിടെ എവിടെ. സഹൃദയരെ, അടിമശില്പി എന്ന കഥ ഇന്നിവിടെ സമാപിക്കുന്നു.